നാരായണ. ഹരി ഓം ഹരി ഓം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിദീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈः സാംഗപദക്രമോപനിഷദൈः ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി
പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. സുസ്വാഗതം. നാരായണ. രണ്ടു ദിവസത്തെ ബ്രേക്കിന് ശേഷം ഭാഗവതജ്ഞാനഗംഗ വീണ്ടും ഒഴുകുകയാണ്. എല്ലാവർക്കും സുസ്വാഗതം സുസ്വാഗതം. നാരായണ. ഭാഗവതജ്ഞാനഗംഗ നവമസ്കന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. 1-ാം അധ്യായം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് 2-ാം അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. നവമസ്കന്ധം സൂര്യവംശ സോമവംശങ്ങളുടെ വർണ്ണനയാണ്. ഈശാനുകഥ എന്നാണ് ലക്ഷണം പറയുക. ഭഗവാന്റെ അംശങ്ങളായിരിക്കുന്ന മഹാരാജാക്കന്മാരുടെ കഥ. അതിൽ വൈവസ്വത മനുവിന്റെ പുത്രനായി ആദ്യം അല്ലെങ്കിൽ പുത്രിയായി ഇള എന്ന പേരിൽ ഒരു കന്യക ഉണ്ടായതും ആ പുത്രി സുദ്യുമ്നൻ എന്ന പേരിൽ പുരുഷനായി മാറിയതും വീണ്ടും മഹാദേവനാൽ ശപിക്കപ്പെട്ട ഒരു ദേശത്ത് പ്രവേശിച്ചതുകൊണ്ടും വീണ്ടും സ്ത്രീയായി മാറിയതും വസിഷ്ഠ ഭഗവാന്റെ പ്രാർത്ഥന കൊണ്ട് മഹാദേവൻ വീണ്ടും അദ്ദേഹത്തിന് മാസം മാസം മാറി മാറി സ്ത്രീത്വവും പുരുഷത്വവും അനുഗ്രഹിച്ചു കൊടുത്തതും അദ്ദേഹം രാജ്യഭാരം നിർവഹിച്ചതും അദ്ദേഹത്തിന് സ്ത്രീയായിരിക്കുമ്പോൾ ഇളയായിരിക്കുമ്പോൾ ബുധനുമായിട്ടുള്ള ആ ഒരു ദാമ്പത്യത്തിൽ പുരൂരവസ് എന്ന പുത്രനുണ്ടായതും അതുപോലെ അദ്ദേഹം സുദ്യുമ്നായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായത് പറഞ്ഞു. ഉൽക്കലൻ ഗയൻ മുതലായ പുത്രന്മാരെ കുറിച്ച് പറഞ്ഞു. തസ്യ ഉത്കലോ ഗയോ രാജൻ വിമലശ്ച സുതാസ്ത്രയ. 3 പുത്രന്മാര് ഉത്കലൻ ഗയൻ വിമലൻ. അവര് ദക്ഷിണപഥ രാജാക്കന്മാരായി ഭവിച്ചു എന്നും പറഞ്ഞു. പിന്നീട് അദ്ദേഹം രാജ്യം പുത്രന്മാരെ ഏൽപ്പിച്ച് വനത്തിലേക്ക് ഗമിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇളയുടെ ചരിത്രം അല്ലെങ്കിൽ സുദ്യുമ്നന്റെ ചരിത്രം ചന്ദ്രവംശത്തിന്റെ തുടക്കം ആ ഇളയിൽ നിന്നാണ്. ഒന്ന് തുടങ്ങി വെച്ചു. ഇനി 14-ാം അധ്യായം മുതൽക്ക് പുരൂരവസിന്റെ വംശം പറയും. ഇനി 2-ാം അധ്യായം മുതൽക്ക് മനുവിന്റെ മറ്റ് 10 പുത്രന്മാരുടെ കഥയാണ്. 12 അധ്യായങ്ങളിലായിട്ട് മനുവിനുണ്ടായ ഇക്ഷ്വാകു മുതൽ 10 പുത്രന്മാരെ കുറിച്ച് പല പ്രാവശ്യം സൂചിപ്പിച്ചു. അവരുടെ വംശപരമ്പര,
അവരിൽ ചിലരെ വിവാഹം കഴിക്കാതെ സന്തതികളില്ലാതെ കഴിഞ്ഞവരുണ്ട്. അവരുടെ കഥ ആദ്യം പറയും. കാരണം വംശം വർണ്ണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് മക്കളില്ലാതിരുന്ന, വിവാഹം കഴിക്കാതിരുന്ന രണ്ടുപേരുടെ കഥ ആദ്യം പറഞ്ഞുകൊണ്ട് പിന്നീട് ഓരോരുത്തരുടെയായിട്ട് കഥ പറഞ്ഞ് അവസാനമാണ് ഇക്ഷ്വാകുവിനെ കുറിച്ചും ഇക്ഷ്വാകുവിന്റെ വംശത്തെക്കുറിച്ചും പറയുക. ആ ഇക്ഷ്വാകു വംശത്തിലാണ് ശ്രീരാമസ്വാമിയുടെ അവതാരം. അപ്പൊ നമുക്ക് ക്രമത്തിൽ അങ്ങോട്ട് ചെല്ലാം. 2-ാം അധ്യായം ആദ്യം വായിക്കാം. വായിച്ച് സൂര്യവംശം ആരംഭിക്കാം. മനുപുത്രന്മാരുടെ കഥ ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ നവമസ്കന്ധേ ദ്വിതീയോऽധ്യായഃ. ശ്രീശുക ഉവാച ഏവം ഗതേത സുദ്യുമ്നേ മനുർവൈവസ്വതഃ സുതേ പുത്രകാമസ്തപസ്തേപേ യമുനായാം ശതം സമാഹ. തതോ യജന്മനുർദേവം അപത്യാർത്ഥം ഹരിം പ്രഭും ഇക്ഷ്വാകുപൂർവജാൻ പുത്രാൻ ലേഭേ സ്വസദൃശാൻ ദശ. പൃഷദ്രസ്തു മനോഃ പുത്രോ ഗോപാലോ ഗുരുണാകൃതഃ പാലയാമാസ ഗായത്തോ രാത്ര്യാം വീരാസനവ്രതഃ. ഏകദാ പ്രാവിശദ്ഗോഷ്ഠം ശാർദൂലോ നിശിവർഷതി ശയാനാഗാവൗത്ഥായ ഭീതാസ്താ ബഭ്രമുർവ്രജേ. ഏകാം ജഗ്രാഹ ബലവാൻ സാ ചുക്രോശഭയാതുരാ തസ്യാസ്തൽക്രന്ദിതം ശ്രുത്വാ പൃഷദ്രോഭി സസാരഃ. ഗഡ്ഗമാദായ തരസാ പ്രലീനോടുഗണേ നിശി അജാനന്നഹനദ്ബഭ്രോഃ ശിരഃ ശാർദൂലശങ്കയാ. വ്യാഘ്രോപി വൃക്ണശ്രവണോ നിസ്ത്രിംശാഗ്രാഹതസ്തതഃ. നിശ്ചക്രാമ വൃശം ഭീതോ രക്തം പതി സമുത്സൃജൻ. മന്യമാനോ ഹതം വ്യാഘ്രം പൃഷദ്രഃ പരവീരഃ. അദ്രാക്ഷീത് സ്വഹതാം ബഭ്രും വ്യുഷ്ടായാം നിശി ദുഃഖിതഃ. തം ശശാപകുലാചാര്യഃ കൃതാഗസം അകാമതഃ. നക്ഷത്രബന്ധുഃ ശൂദ്രസ്ത്വം കർമ്മണാ ഭവിതാ മുനാ. ഏവം സപ്തസ്തു കുരുണാ പ്രത്യഗൃഹാ കൃതാഞ്ജലിഃ. അധാരയദ്വ്രതം വീരഃ ഊർധ്വരേതാ മുനിപ്രിയം. വാസുദേവേ ഭഗവതി സർവാത്മനി പരേ അമലേ. ഏകാന്തിത്വം ഗതോ ഭക്ത്യാ സർവഭൂതസുഹൃത് സമഃ. വിമുക്തസംഗശാന്താത്മാ സംയതാക്ഷോപരിഗ്രഹഃ. യദൃച്ഛയോപപന്നേന കൽപ്പയൻ വൃത്തിമാത്മനഃ. ആത്മന്യാത്മാനമാധായ ജ്ഞാനതൃപ്തഃ സമാഹിതഃ. വിചചാരമഹീമേതാം ജഡാന്തബധിരാകൃതിഃ. ഏവം വൃത്തോ വനം ഗത്വാ ദൃഷ്ട്വാ ദാവാഗ്നിമുത്ഥിതം. തേനോപയുക്തകരണോ ബ്രഹ്മ പ്രാപ പരം മുനിഃ. കവിഃ കനീയാൻ വിഷയേഷു നിസ്പൃഹോ വിസൃജ്യ രാജ്യം സഹ ബന്ധുഭിർവനം. നിവേശ്യ ചിത്തേ പുരുഷം സ്വരോചിഷം വിവേശ കൈശോരവയാഃ പരം ഗതഃ. കരുഷാത്മാനവാദാസൻ കാരുഷാക്ഷത്രജാതയഃ. ഉത്തരാപദഗോപ്താരോ ബ്രഹ്മണ്യാ ധർമ്മവത്സലാഃ. ദൃഷ്ടാദ്ധാഷ്ടമഭൂക്ഷത്രം ബ്രഹ്മഭൂയം ഗതം ക്ഷിതൗ. നൃഗസ്യ വംശഃ സുമതിഃ ഭൂതജ്യോതിസ്തതോ വസുഃ. വസോഃ പ്രതീകസ്തൽപുത്രഃ ഓഗവാനോഗവത്പിതാ. കന്യാ ചൗഘവതീ നാമ സുദർശന ഉവാഹതാം. ചിത്രസേനോ നരിഷ്യന്താത് ദക്ഷസ്തസ്യ സുതോഭവത്. തസ്യ മീഡ്വാൻസ്തതഃകൂർച്ഛഃ ഇന്ദ്രസേനസ്തു തൽസുതഃ. വിധിഹോത്രസ്ത്വിന്ദ്രസേനാത് തസ്യ സത്യസ്രവാ അഭൂത്. ഉരുസ്രവാ സുതസ്തസ്യ ദേവദത്തസ്തതോഭവത്. തതോഗ്നിവേശ്യോ ഭഗവാൻ അഗ്നിഃ സ്വയമഭൂത് സുതഃ. കാനീനൈതി വിഖ്യാതോ ജാതൂകർണ്യോ മഹാൻ ഋഷിഃ. തതോ ബ്രഹ്മകുലം ജാതം അഗ്നിവേശ്യായനം നൃപ.
നരിഷ്യന്തന്മയഃ പ്രോക്തോ ദിഷ്ടവംശം അതശൃണു. നാഭാഗോ ദിഷ്ടപുത്രോऽന്യഃ കർമ്മണാ വൈശ്യതാം ഗതഃ ബലന്തനസുതസ്തസ്യ വത്സപ്രീതിർബലന്തനാത്. വത്സപ്രീതേഃ സുതഃ പ്രാംശുഃ തൽസുതം പ്രമതിം വിദുഃ ഖനിത്രഃ പ്രമദേസ്തസ്മാദ് ചാക്ഷുഷോദവിവിംശതിഃ. വിവിംശതിസുതോരംഭഃ കനിനേത്രോऽസ്യ ധാർമ്മികഃ കരന്തമോ മഹാരാജഃ തസ്യാസീദാത്മജോ നൃപ. തസ്യാവീക്ഷിത് സുതോ യസ്യ മരുത്തശ്ചക്രവർത്യഭൂത സംവർത്തോ യാചയദ്യം വൈ മഹായോഗ്യംഗിരസുതഃ. മരുത്തസ്യ യദാ യജ്ഞോ ന തദാന്യസ്യ കശ്ചന സർവം ഹിരണ്മയം ത്വാസീത് യത്കിഞ്ചിച്ചാസ്യ ശോഭനം. അമാദ്യത് ഇന്ദ്രഃ സോമേന ദക്ഷിണാഭിർദ്വിജാതയഃ മരുതഃ പരിവേഷ്ടാരോ വിശ്വേ ദേവാ സഭാസദഃ. മരുത്തസ്യ തമഃ പുത്രഃ തസ്യാസീദ്രാജ്യവർദ്ധനഃ സുധൃതിസ്തൽസുതോ ജജ്ഞേ സൗധൃതേയോ നരസുതഃ. തൽസുതഃ കേവലസ്തസ്മാദ് ബന്ധുമാൻ വേഗവാൻ തതഃ. ബന്ധുസ്തസ്യാഭവത് യസ്യ തൃണബിന്ദുർമഹീപതിഃ. തം ഭേദ്യലംബുഷാ ദേവീ ഭജനീയ ഗുണാലയം. വരാപ്സരായതഃ പുത്രാः കന്യാ ച ഇടവിടാഭവത്. തസ്യാമുൽപാദയാമാസ വിസ്രവാദനദം സുതം. പ്രാദായ വിദ്യാം പരമാം ഋഷിർയോഗേശ്വരാത് പിതുഃ. വിശാലശൂന്യബന്ധുശ്ച ധൂമ്രകേതുശ്ച തൽസുതാഃ. വിശാലോ വംശകൃത് രാജാ വൈശാലീം നിർമ്മമേ പുരീം. ഹേമചന്ദ്രസുതസ്തസ്യ ധൂമ്രാക്ഷസ്തസ്യ ചാത്മജഃ. തൽപുത്രാദ് സംയമാദാസീത് കൃശാശ്വഃ സഹദേവജഃ. കൃശാശ്വാത് സോമദത്തോഭൂത് യോ അശ്വമേധൈരിഡസ്പതിം ഇഷ്ട്വാ പുരുഷമാപാഗ്ര്യാം ഗതിം യോഗേശ്വരാശ്രിതഃ. സൗമദത്തിസ്തു സുമതിഃ തൽസുതോ ജനമേജയഃ. ഏതേ വൈശാലഭൂപാലാഃ തൃണബിന്ദോർയശോധരാഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ദ്വിതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. നാരായണ. നാരായണ. അപ്പൊ ഭാഗവതം നവമസ്കന്ധം 2-ാം അധ്യായമാണ് ഇപ്പോൾ വായിച്ചത്. സൂര്യവംശകഥനം. വൈവസ്വത മനുവിന്റെ ആൺകുട്ടികളുടെ അഥവാ 10 പേര് ആൺകുട്ടികൾ ഇക്ഷ്വാകു മുതലുണ്ടായവരുടെ കഥയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ വൈവസ്വത മനുവിന് തന്നെ മൂത്ത പുത്രി അല്ലെങ്കിൽ പുത്രനായിട്ടുണ്ടായ ഇളയുടെയും സുദ്യുമ്നന്റെയും കഥ വിസ്തരിച്ചു കണ്ടു. അപ്പോൾ നമുക്കിനി അതിലേക്ക് തിരിഞ്ഞു പോകുന്നില്ല. 2-ാം അധ്യായത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ നവമസ്കന്ധേ ദ്വിതീയോധ്യായഃ. ശ്രീശുക ഉവാച. ഏവം ഗതേന സുദ്യുമ്നേ മനുർവൈവസ്വതഃ സുതേ പുത്രകാമസ്തപസ്തേപേ യമുനായാം ശതം സമാ. ശ്രീശുക ഉവാച. ഏവം ഗതേന സുദ്യുമ്നേ മനുർവൈവസ്വതഃ സുതേ പുത്രകാമസ്തപസ്തേപേ യമുനായാം ശതം സമാഃ. ശ്രീശുക ബ്രഹ്മർഷി
വൈവസ്വത മനുവിന്റെ കഥ തുടരുകയാണ്. അപ്പോൾ മനുർ വൈവസ്വത എന്ന് ഒന്നാമത്തെ വരിയിൽ തന്നെ പറയുന്നുണ്ട്. വൈവസ്വത മനുഹു എന്ന് അദ്ദേഹമാണ് ഇവിടുത്തെ കഥാനായകൻ. അപ്പൊ വൈവസ്വത മനുഹു എന്തു ചെയ്തു? തപസ്തേതേ, തപസ്സിനെ തപിച്ചു. എവിടെ? യമുനായാം. എത്ര കാലം? 100 സമാഹ, 100 സംവത്സരങ്ങൾ. അപ്പോ വൈവസ്വത മനു യമുനാ തീരത്ത് 100 സംവത്സരങ്ങൾ തപസ്സിനെ തപിച്ചു. എന്തിനായിക്കൊണ്ട് എന്ന് വ്യക്തമാക്കി. പുത്രകാമഃ, പുത്രനെ ആഗ്രഹിച്ചുകൊണ്ട്, തനിക്ക് ആൺകുട്ടികൾ ഉണ്ടാവണം, തന്റെ വംശം നിലനിർത്താനായിക്കൊണ്ട്, ക്ഷത്രിയധർമ്മം നിലനിർത്താനായിക്കൊണ്ട്, രാജ്യഭാരം ഏറ്റെടുക്കാനായിക്കൊണ്ട് യോഗ്യന്മാരായിട്ടുള്ള പുത്രന്മാരുണ്ടാവാനായി ഈശ്വരനെ തപസ് ചെയ്തു. പുത്രകാമഃ തപസ്തേപേ യമുനായാം 100 സമാഹ. എപ്പോൾ എന്ന് പറയണ അത് അനന്തരം എന്ന്. ഏവം സുതേ സുദ്യുമ്നേ ഗതേ എന്ന് സതിസപ്തമി പ്രയോഗം. ഏവം ഇപ്രകാരം എന്ന് പറഞ്ഞു. എപ്രകാരം? പൂർവാധ്യായത്തിൽ പറഞ്ഞ പ്രകാരം. പൂർവാധ്യായത്തിൽ സുദ്യുമ്നന്റെ അഥവാ ഇളയുടെ ചരിത്രം വളരെ വിസ്തരിച്ച് പറഞ്ഞ് അവസാനം അദ്ദേഹം പുത്രനെ പുരൂരവസിനെ രാജ്യഭാരമേൽപ്പിച്ച് വനത്തിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപസംഹരിച്ചത്. അപ്പോ ഏവം സ്വസുതേ, തന്റെ പുത്രനായ സുദ്യുമ്നെ ഗതേ, സുദ്യുമ്നൻ വനത്തിലേക്ക് പോയപ്പോൾ സന്തതികളില്ലാതിരുന്ന എന്ന് വെച്ചാൽ വീണ്ടും രാജ്യഭാരം ഏറ്റെടുക്കാൻ തനിക്ക് നേരിട്ടുള്ളതായിട്ടുള്ള പുത്രന്മാരില്ലാത്തതിനാൽ പുത്രകാമനായിട്ട് യമുനാ തീരത്ത് ചെന്ന് വൈവസ്വത മനു 100 വർഷം തപസ് ചെയ്തു. അദ്ദേഹത്തിന്റെ തപസ്സിനോട് കൂടെ തന്നെ വസിഷ്ഠന്റെ ഒരു അനുഗ്രഹവും കൊണ്ട്, ഭഗവാന്റെ അനുഗ്രഹവും കൊണ്ട് അദ്ദേഹത്തിന് 10 പുത്രന്മാരുണ്ടായി എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. തതോയജന്മനുർദേവം അപത്യാർത്ഥം ഹരിം പ്രഭും ഇക്ഷ്വാകു പൂർവജാൻ പുത്രാൻ ലേഭേ സ്വസദൃശാൻ ദശ. തതോയജന്മനുർദേവം അപത്യാർത്ഥം ഹരിം പ്രഭും ഇക്ഷ്വാകു പൂർവജാൻ പുത്രാൻ ലേഭേ സ്വസദൃശാൻ ദശ. തതഃ, വനത്തിൽ ചെന്ന് തപസ് ചെയ്തു എന്നുള്ളി. തതഃ അനന്തരം മനുഹു, മനു എന്ത് ചെയ്തു? വൈവസ്വത മനു പ്രഭും ദേവം ഹരിം അപത്യാർത്ഥം അയജത്. പ്രഭു സർവശക്തനായിട്ടുള്ള ദേവനായ ഹരിയെ, വിഷ്ണുവിനെ പ്രസാദിപ്പിക്കുവാനും അപത്യാർത്ഥം, തനിക്ക് അപത്യമുണ്ടാവാൻ, അപത്യം എന്ന് പറഞ്ഞാൽ സന്തതി, അപ്പൊ പുത്രൻ ഉണ്ടാവാനായി സന്താന ലാഭത്തിനായിക്കൊണ്ട് അയജത് യാഗം ചെയ്തു. പുത്രകാമേഷ്ടി യാഗം പോലെയുള്ള യാഗം ചെയ്തു. സങ്കല്പം പുത്രനുണ്ടാവലാണല്ലോ. അപ്പൊ അയജത്, അങ്ങനെ അത് വസിഷ്ഠന്റെ പൗരോഹിത്യത്തിലായിരിക്കണം യജനം ചെയ്തത്. ഇക്ഷ്വാകു പൂർവജാൻ സ്വസദൃശാൻ ദശപുത്രാൻ ലേഭേ. അങ്ങനെ തപസ് ചെയ്തു, അതിനുശേഷം യജ്ഞം ചെയ്തു. അതിന്റെ ഫലമായിട്ട് ഇക്ഷ്വാകു പൂർവജാൻ, പൂർവജൻ എന്നാൽ മുമ്പേ ഉണ്ടായവൻ, ഏട്ടൻ. അപ്പൊ ഇക്ഷ്വാകു മൂത്തവനായിട്ട് പുത്രാൻ ലേബെ. എത്ര പുത്രാൻ? ദശപുത്രാൻ ലേബെ, 10 പുത്രന്മാരെ ലഭിച്ചു. എങ്ങനെയുള്ളവരാണ്? മോശക്കാരാണോ ചോദിച്ചപ്പോ അല്ല. സ്വസദൃശാൻ, മനോഹോ സദൃശാൻ, മനുവിന് തുല്യന്മാരായിട്ടുള്ള, മനുവിനെ പോലെ തന്നെ കേമന്മാരായിട്ടുള്ള, ധാർമ്മികന്മാരായിട്ടുള്ള, യോഗ്യന്മാരായിട്ടുള്ള, വീരന്മാരായിട്ടുള്ള, ജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ 10 പുത്രന്മാരും. ഈശ്വരാനുഗ്രഹം കൊണ്ടും അദ്ദേഹത്തിന്റെ ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള സന്തതികളല്ലേ. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ തന്നെ ഉത്തമന്മാരായിരുന്നു. അതാണ് ഇക്ഷ്വാകു പൂർവജാൻ. ഇക്ഷ്വാകു ഒന്നാമൻ. നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരുകൾ സൂചിപ്പിച്ചു. ഇക്ഷ്വാകു, മൃഗൻ, ശരിയാദി, ദിഷ്ടൻ, ദൃഷ്ടൻ, കരൂഷകൻ, നരിഷ്യൻ, വൃഷദ്രൻ, നഭകൻ, കവി. ഇവിടെ വീണ്ടും പറഞ്ഞില്ല, പറയേണ്ട ആവശ്യമില്ല. കാരണം മുമ്പേ പറഞ്ഞു കഴിഞ്ഞതുകൊണ്ട്. നമ്മുടെ അഷ്ടമസ്കന്ധത്തിലെ 13-ാം അധ്യായത്തിലും പറഞ്ഞു, നവമസ്കന്ധത്തിലെ 1-ാം അധ്യായത്തിലും പറഞ്ഞു കഴിഞ്ഞിരുന്നതുകൊണ്ട് വീണ്ടും ആവർത്തിച്ചില്ല. ഇനി ഇവരെ ഓരോരുത്തരെയും എണ്ണി അവരുടെ കഥ പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇക്ഷ്വാകു മുതലായിട്ടുള്ള
10 പുത്രന്മാർ മനുവിന് സദൃശന്മാരായി തന്നെ ലഭിച്ചു. ഇനി പൃഷദ്രൻ എന്ന് പറഞ്ഞൊരു പുത്രന്റെ കഥയാണ് 12 ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നത്. കേൾക്കേണ്ട കഥയാണ്. പൃഷദ്രസ്തു മനോഃ പുത്രോ ഗോപാലോ ഗുരുണാകൃതഃ പാലയാമാസ ഗായത്തോ രാത്ര്യാം വീരാസനവ്രതഃ. പൃഷദ്രസ്തു മനോഃ പുത്രോ ഗോപാലോ ഗുരുണാകൃതഃ പാലയാമാസ ഗായത്തോ രാത്ര്യാം വീരാസനവ്രതഃ. അപ്പോ പൃഷദ്രസ്തു മനോഹോ പുത്രഃ. മനോഹോ പുത്രഃ പൃഷദ്രഃ തു. മനുവിന്റെ പുത്രനായ പൃഷദ്രൻ ആവട്ടെ എന്ത് ചെയ്യപ്പെട്ടു? ഗുരുണ ഗോപാലഃ കൃതഃ. അദ്ദേഹത്തിന്റെ ഗുരുവിനാൽ, ഇവിടെ ഗുരു എന്ന് പറയുമ്പോൾ സൂര്യവംശത്തിന്റെ ഗുരു വസിഷ്ഠനാണ് കുലഗുരു. അപ്പൊ വസിഷ്ഠൻ എന്ന കുലഗുരുവിനാൽ ഗോപാലഃ കൃതഃ. ഗോപാലഃ കൃതഃ എന്ന് പറഞ്ഞാൽ ഗോവിനെ പാലനം ചെയ്യുന്നവനാക്കി ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു ഡ്യൂട്ടി കൊടുത്തു, പശുവിനെ നോക്കാനായിക്കൊണ്ട്. അപ്പോൾ വസിഷ്ഠന്റെ കയ്യില് നന്ദിനി പശുണ്ട്, അതുപോലെയുള്ള അനേക പശുക്കളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പാലനം ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു, പൃഷദ്രനെ ഏൽപ്പിച്ചു. അതാണ് ഗുരുണ ഗോപാലഃ കൃതഃ. അദ്ദേഹം എന്ത് ചെയ്തു? യത്തഃ ഗാഹ പാലയാമാസ. യത്തഃ യത്തഃ എന്ന് പറഞ്ഞാൽ യത്നപൂർവം ഉള്ളവനായിട്ട്, യത്നം ചെയ്യുന്നവനായിട്ട്, അത് വളരെ ജാഗ്രതയോടെ വളരെ ശ്രദ്ധയോടെ ഗുരു ശുശ്രൂഷ എന്ന മട്ടിൽ ഗുരു ഏൽപ്പിച്ചതായിട്ടുള്ള ജോലിയെ പ്രയത്നപൂർവം അദ്ദേഹം പാലിച്ചു. പശുക്കളെ ഗാഹ പശുക്കളെ പാലയാമാസ പാലിച്ചു. രാത്രി പോലും ഉറങ്ങാതെ എന്ന് സൂചിപ്പിക്കാനാണ് രാത്രിയാം വീരാസനവ്രതഃ. കിടന്നുറങ്ങുന്ന പരിപാടിയില്ല, രാത്രിയില് ഇരിക്കുന്ന വ്രതമാണ്. എങ്ങനെ ഇരിക്കുക? വീരാസനത്തില്. വേറെ എങ്ങനെയെങ്കിലും ഇരുന്നാൽ ചിലപ്പോൾ എണീക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ ഏറ്റവും ചാടി എഴുന്നേൽക്കാൻ എളുപ്പമായിട്ടുള്ള ആസനത്തിന്റെ പേരാണ് വീരാസനം. നമ്മുടെ ശ്രീരാമസ്വാമി സിംഹാസനത്തിലിരിക്കുന്നത്, ദക്ഷിണാമൂർത്തി ഇരിക്കുന്നത്, തൃപ്പൂണിത്ര പൂർണ്ണത്ര ഈശൻ ഇരിക്കുന്നത്, അല്ലെ, ഒക്കെ വീരാസനത്തിലാണ്. ഇതാണ് ഒരു കാല് ഇടത്തെ കാല് മടക്കി വെച്ച് വലത്തെ കാല് ഭൂമിയിലേക്ക് താഴ്ത്തിയിട്ടുകൊണ്ട്. എന്നുവെച്ചാൽ എപ്പോ വേണമെങ്കിൽ ചാടി ഇറങ്ങാൻ റെഡിയാണ്. ആ ഒരു ജാഗ്രതയെ, കർമ്മകുശലതയെ, തന്റെ റെഡിനെസ്സിനെ സൂചിപ്പിക്കുന്നതാണ് ആ വീരാസനം എന്ന് പറയുന്ന ഇരുത്തം. വീരാസന വ്രതഃ. അപ്പോ കാവലിരിക്കുകയാണ് രാത്രിയൊക്കെ, അല്ലാതെ എവിടെയെങ്കിലും ചാരി ഇരുന്ന് ഉറങ്ങുകയല്ല. ഇരിക്കുക എന്ന് പറഞ്ഞാൽ പലതരത്തിൽ ഇരിക്കാലോ, അല്ലേ? ഇരുന്നിരുന്ന അവസാനം മൂക്കും കുത്തി വീഴുകയും ചെയ്യും, അല്ലെങ്കിൽ ചാരി ഇരുന്ന് ഇതാകാം. ഇത് രണ്ടും സംഭവിക്കാതിരിക്കാനാണ് ഈ വീരാസനത്തിലിരിക്കുന്ന ഇരുത്തം. അപ്പൊ അങ്ങനെ ഇരുന്നുകൊണ്ട് രാത്രി പോലും അദ്ദേഹം ഗുരുവിന്റെ ശാസനയെ അനുസരിച്ചു. വളരെ ഉത്തമനായിട്ടുള്ള ഒരു മനുപുത്രനാണ് ഈ പൃഷദ്രൻ. ഏകദാ പ്രാവിശദ്ഗോഷ്ഠം ശാർദൂലോ നിശിവർഷതി ശയാനാഗാവ ഉത്ഥായ ഭീതാസ്താ ബഭ്രമുർവ്രജേ. ഏകദാ പ്രാവിശദ്ഗോഷ്ഠം ശാർദൂലോ നിശിവർഷതി ശയാനാഗാവ ഉത്ഥായ ഭീതാസ്താ ബഭ്രമുർവ്രജേ. ഏകദാ, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം. അപ്പൊ അദ്ദേഹം പശുക്കളെ വേണ്ടതുപോലെ പ്രയത്നപൂർവ്വം പാലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നിശിവർഷതി. നിശിവർഷതി സതി. ഒരു ദിവസം രാത്രി നല്ല മഴയുണ്ടായി. നമ്മുടെ ഇന്നത്തെ, അല്ലെ, കേരളത്തിൽ ഇപ്പൊ 4-5 ദിവസമായിട്ട് നടക്കുന്നത് പോലെ നല്ല മഴ. അങ്ങനെ നിശിവർഷതി സതി, രാത്രിയിൽ മഴയുള്ള സമയത്ത് ഒരു ശാർദൂലഃ ഗോഷ്ഠം പ്രാവിശത്. ശാർദൂലം പുള്ളിപ്പുലി, വ്യാഘ്രം. അപ്പൊ ഒരു പുലി ഗോഷ്ഠം, ഗോഷ്ഠം എന്ന് പറഞ്ഞാൽ ഗോക്കൾ സ്ഥിതി ചെയ്യുന്ന സ്ഥാനം, തൊഴുത്ത് എന്ന് നമ്മുടെ ഭാഷയിൽ പറയാം. ഗോകുലം, ഗോഷ്ഠം എന്നൊക്കെ ഉള്ളത് തൊഴുത്തിന്റെ പര്യായം. അപ്പോൾ ആ തൊഴുത്തിൽ ധാരാളം പശുക്കളുണ്ട്. അതിന്റെ ഇടയിലേക്ക് ഒരു പശു വന്നുപെട്ടു, അല്ല, ഒരു പുലി വന്നുപെട്ടു. ആ പുലി ഭക്ഷണത്തിനായിട്ട് വന്നതാണ്, ഇര തേടി വന്നതാണ്. അപ്പൊ ശാർദൂലഃ ഗോഷ്ഠം പ്രാവിശത്. അങ്ങനെ ശയാനാഹ താഹ ഗാവഹ ഭീതാഹ ഉത്തായ വ്രജേ ബഭ്രമുഹു. രാത്രിയാവുമ്പോ പശുക്കളെല്ലാം കിടക്കും.
അങ്ങനെ കിടന്നിരുന്നവരായിരുന്നു. ശയാനാഹ ഗാവഹ താഹാ ഗാവഹ, ആ പശുക്കൾ കിടക്കുകയായിരുന്ന ആ പശുക്കളെല്ലാം ഭീതാഹ ഉത്ഥായ, ഭയപ്പെട്ട് ചാടി എഴുന്നേറ്റുമല്ല. പുലിയുടെ ശബ്ദവും മണവും അതിന്റെ ചലനവുമെല്ലാം കണ്ട് പശുക്കൾ പാവം പേടിച്ച് ചാടി എഴുന്നേറ്റു. വ്രജേ ബഭ്രമുഹു, വ്രജത്തിൽ അങ്ങുമിങ്ങും ഭ്രമിച്ചു എന്ന് വെച്ചാൽ വലിയ കൂടുതൽ പശുക്കളുള്ള തൊഴുത്തിലൊന്നും കെട്ടിയിടൽ പതിവുണ്ടാവില്ല. എല്ലാം കൂടിയിട്ട് വളച്ച് അടച്ചു വെച്ചിട്ടുണ്ടാവും, കൂട്ടമായിട്ട് അടച്ചു വെച്ചിട്ടുണ്ടാവും. കുറെ സ്പേഷ്യസ് ആയിരിക്കും. നമ്മളെ പോലെ ദാരിദ്ര്യമൊന്നും ഇല്ലല്ലോ, രാജാക്കന്മാരല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആ ഗോഷ്ഠത്തില് പശുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി, ഭ്രമിക്കാൻ തുടങ്ങി. ഇരുട്ടാണ്, മഴയുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ പശുക്കൾ ഇങ്ങനെ ഭ്രമിച്ചു. വ്രജേ ബഭ്രമു, വ്രജം എന്ന് പറഞ്ഞാലും ആ ഗോകുലം. ഏകാം ജഗ്രാഹ ബലവാൻ സാ ചുക്രോശ ഭയാതുര തസ്യാസ്തക്രന്ധിതം ശ്രുത്വാ പൃഷദ്രോപി സസാരഃ. ഏകാം ജഗ്രാഹ ബലവാൻ സാ ചുക്രോശ ഭയാതുര തസ്യാസ്തക്രന്ദിതം ശ്രുത്വാ പൃഷദ്രോപി സസാരഃ. ഇവിടെ ബലവാൻ എന്ന് പറഞ്ഞത് ശാർദൂലഃ. ഏകാം ജഗ്രാഹ ബലവാൻ, ബലവാനായ ആ ശാർദൂലൻ, ശക്തനായ പുലി. ഏകാം, ഏകാം എന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ എന്നർത്ഥത്തില് ജഗ്രാഹ ഗ്രഹിച്ചു. അപ്പോഴോ സാ ചുക്രോശ ഭയാതുര, ആ പശു എന്തായി? ഭയാതുരയായിട്ട് ചുക്രോശ, ചുക്രോശ എന്ന് പറഞ്ഞാൽ ആക്രോശിച്ചു, നിലവിളിച്ചു, വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി ഭയാതുരയായിട്ട്. തസ്യാഹ തത് ക്രന്ദിതം ശ്രുത്വാ പൃഷദ്രഃ അഭിസസാരഃ. തസ്യാഹ, ആ പശുവിന്റെ തത് ക്രന്ദിതം, ആ കരച്ചിൽ, ക്രന്ദനം, ക്രന്ദിതം എന്നൊക്കെ പറഞ്ഞ കരച്ചിലിനെ കേട്ടിട്ട് ശ്രുത്വാ പൃഷദ്രഃ, ഈ കാവൽ നിൽക്കുന്ന രാജാവായിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ ക്ഷത്രിയനായിട്ടുള്ള മറ്റേ വൈവസ്വതമനുവിന്റെ പുത്രനായിട്ടുള്ള പൃഷദ്രൻ അഭിസസാര, അഭിസസാര പാഞ്ഞു ചെന്നു. അതിന്റെ നേർക്ക് ശബ്ദം കേട്ടിടത്തേക്ക് പാഞ്ഞു ചെന്നു. അപ്പോ രാത്രിയിൽ ഇരുട്ടത്ത് രൂപം കാണാൻ പറ്റില്ല, ശബ്ദം കേട്ടിടത്തേക്ക് പാഞ്ഞു ചെന്നു. ആശ്ചര്യം. ആശ്ചര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ജാഗ്രത, കർമ്മകുശലത അതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ്. എത്ര എന്താ പറയുക, നല്ല രീതിയിൽ ആ ഗുരുവിന്റെ ശാസനയെ അദ്ദേഹം അനുസരിച്ചിരുന്നു എന്നുള്ളത് കാണിക്കാം. എന്നിട്ടോ ഗഡ്ഗമാദായ തരസാ പ്രലീനോടുഗണേ നിശി അജാനന്നഹനദ് ബബ്രോഹോ ശിരഃ ശാർദൂലശങ്കയാ. ഗഡ്ഗമാദായ തരസാ പ്രലീനോടുഗണേ നിശി അജാനന്നഹനദ് ബബ്രോഹോ ശിരഃ ശാർദൂലശങ്കയാ. അദ്ദേഹം വാളുണ്ട് കയ്യില്, കാവൽ നിൽക്കുകയല്ലേ. അപ്പോ ഗഡ്ഗം ആദായ തരസാ, തരസാ വേഗത്തിൽ വാളുമെടുത്തുകൊണ്ട്, രാത്രിയാണ്, നിശി പ്രലീന ഉടുകണേ നിശി, ഉടുകണങ്ങൾ നക്ഷത്ര സമൂഹങ്ങൾ അത് പ്രലീനമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്? മഴയുള്ളത് കൊണ്ട്, മേഘങ്ങളെ കൊണ്ട് മറഞ്ഞിരിക്കുന്നത് കൊണ്ട് നക്ഷത്രങ്ങൾ പോലും കാണാനില്ല. അപ്പൊ എന്തുണ്ടാവും? ആകാശ വെളിച്ചം പോലും ഇല്ല. അത്രയ്ക്ക് കൂരിരുട്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഉടുകണങ്ങളെല്ലാം പ്രലീനമായിരിക്കുന്ന രാത്രിയിൽ, മൊത്തത്തിൽ കൂരിരുട്ടായിരുന്ന രാത്രിയില് അജാനൻ അഹനത് ബബ്രോഹോ ശിരഃ ശാർദൂലശങ്കയ. ശാർദൂലശങ്കയ, ശാർദൂലമാണെന്ന് സംശയിച്ചുകൊണ്ട് അഥവാ കരുതിക്കൊണ്ട്, പശുവാണെന്ന് കരുതിക്കൊണ്ട്, ശാർദൂലമാണെന്ന് കരുതിക്കൊണ്ട്, പുലിയാണെന്ന് കരുതിക്കൊണ്ട്, ബബ്രോഹോ ശിരഃ അജാനൻ അഹനത്, അജാനൻ അറിവില്ലാതെ, വേണ്ടതുപോലെ അറിയാതെ, അഹനത് ഹനിച്ചു, പ്രഹരിച്ചു. എന്തിനെ? ബബ്രോഹോ ശിരഃ. ബബ്രു എന്നുള്ളത് ഒരു പശുവിന്റെ വിഭാഗമാണ്. കപില എന്ന് പറയുന്ന പശുവിന്റെ വിഭാഗത്തെയാണ് ബബ്രു എന്ന് പറയുന്നത്. അപ്പൊ ആ ബബ്രു, ആ പശുവിന്റെ ശിരസ്സിനെ ഹനിച്ചു കളഞ്ഞു, വാളുകൊണ്ട് അഞ്ഞു വെട്ടി, പുലിയാണെന്ന് കരുതിയിട്ട്. ആ ഇരുട്ടത്ത് അവിവേകം പ്രവർത്തിച്ചു. കുറച്ച് ജാഗ്രതയൊക്കെ ഉണ്ട്, പക്ഷെ രജോഗുണം കൊണ്ടുള്ള ഒരു എടുത്തുചാട്ടം. ക്ഷത്രിയ ബാലനാണല്ലോ,
അപ്പൊ അതുകൊണ്ടുള്ളതായിട്ടുള്ള ആ ഒരു കൂടുതൽ വ്യക്തത ഇല്ലാതെ പെട്ടെന്ന് തന്റെ പശുവിനെ രക്ഷിക്കണം എന്നുള്ളതായിട്ട് അതിന്റെ കരച്ചിൽ കേട്ട വ്യഗ്രതയോടുകൂടി അല്പം അവിവേകമായിട്ട് ചാടി വീണ് ആ പശുവിന്റെ കഴുത്താണ് മുറിച്ചത്, പുലിയാണെന്ന് കരുതിയിട്ട്. വ്യാഘ്രോപി വൃക്ണശ്രവണോ നിസ്ത്രിംശാഗ്രാഹതസ്തതഃ നിശ്ചക്രാമഭൃശം പീതോ രക്തം പതിസമുത്സൃജൻ. വ്യാഘ്രോപി വൃക്ണശ്രവണോ നിസ്ത്രിംശാഗ്രാഹതസ്തതഃ നിശ്ചക്രാമഭൃശം ഭീതോ രക്തം പതിസമുത്സൃജൻ. വ്യാഘ്രോപി വൃക്ണശ്രവണഃ, വ്യാഘ്രം ഈ പുലിയാവട്ടെ അതിന്റെ ശ്രവണം എന്ന് പറഞ്ഞാൽ ചെവി, ശ്രോത്രേന്ദ്രിയം വൃക്കണമായി അതും മുറിക്കപ്പെട്ടു. അപ്പൊ പശുവിന്റെ കഴുത്തും വ്യാഘ്രത്തിന്റെ ചെവിയും മാത്രമാണ് മുറിഞ്ഞത്. വെട്ട് പുലിയുടെ തലയ്ക്കും കൊണ്ടു, പക്ഷെ കൂടുതൽ കൊണ്ടത് പശുവിന്റെ കഴുത്തിലാണ്. പുലിയുടെ കാത് മാത്രം മുറിഞ്ഞു. അങ്ങനെ മുറിഞ്ഞ കാതോടുകൂടി അതാണ് നിസ്ത്രിംശ അഗ്രാഹത. നിസ്ത്രിംശം എന്ന് പറഞ്ഞാൽ വാളാണ്, അതിന്റെ അഗ്രത്താൽ ആഹനിക്കപ്പെട്ട്, അഗ്രം വാളിന്റെ അറ്റം കൊണ്ട് ആഹനിക്കപ്പെട്ട് പ്രഹരിക്കപ്പെട്ടതായിട്ടുള്ള വ്യാഘ്രഹ വൃക്ണശ്രവണ, വ്യാഘ്രം ചെവി മുറിഞ്ഞതായിട്ട്. ഭൃശംബീത, നല്ലതുപോലെ ഭയപ്പെട്ടു. ഇനി അതിന് പ്രാണഹാനി ഉണ്ടാവുമെന്ന് വിചാരിച്ച് അതിന് ഭക്ഷണമൊന്നും വേണ്ട, അത് പ്രാണനും കൊണ്ട് അവിടുന്ന് സ്ഥലം വിടുകയാണ്. രക്തം പതിസമുത്സൃജന്, പോകുന്ന വഴിയിലൊക്കെ ചെവിയറ്റിട്ട് രക്തം വീഴുന്നുണ്ട്. അതാണ് രക്തം പതി. പന്ഥാവിൽ പോകുന്ന മാർഗത്തിലൊക്കെ അടയാളം കാണിച്ചുകൊണ്ട് തതഹ നിശ്ചക്രാമ, അവിടെ നിന്ന് നിഷ്ക്രമിച്ചു, അവിടെ നിന്ന് ബഹിർഗമിച്ചു, പുറത്തേക്ക് ഓടിപ്പോയി, പാഞ്ഞുപോയി അതിന്റെ പ്രാണനും കൊണ്ടുവരിക. പുലിക്കൊക്കെ രാത്രി കണ്ണ് കാണും. പൂച്ച, പുലി, ആ പൂച്ചയുടെ വർഗത്തിൽപ്പെട്ട എല്ലാ ജന്തുക്കൾക്കും രാത്രി കണ്ണ് കാണും. അപ്പൊ അവരതിന്റെ പ്രാണനം കൊണ്ട് രക്ഷപ്പെട്ടു. ചെവിയെ മുറിഞ്ഞിട്ടുള്ളൂ. ആ ചെവിയിൽ നിന്ന് രക്തം പോകുന്ന വഴിയിലൊക്കെ ഇറ്റിറ്റ് വീണുകൊണ്ട് വ്യാഘ്രം രക്ഷപ്പെട്ടു. അങ്ങനെ രാത്രി കഴിഞ്ഞു. അഥവാ മന്യമാനോഹതം വ്യാഘ്രം പൃഷദ്രഃ പരവീരഃ അദ്രാക്ഷീത് സ്വഹതാം ബഭ്രൂം വ്യുഷ്ടായാം നിശി ദുഃഖിതഃ. മന്യമാനോ ഹതം വ്യാഘ്രം പൃഷദ്രഃ പരവീരഃ അദ്രാക്ഷീത് സ്വഹതാം ബഭ്രും വ്യുഷ്ടായാം നിശി ദുഃഖിതഃ. ഇപ്പൊ വ്യാഘ്രം ഹതം മന്യമാനഃ, രാത്രിയിൽ അദ്ദേഹം കരുതിയത് ശബ്ദമൊന്നും പിന്നെ കേട്ടില്ല. അപ്പൊ വ്യാഘ്രം കൊല്ലപ്പെട്ടതായി കരുതി. വീണ് കിടക്കുന്നത് ആരാണ്? പശുവാണ്. പക്ഷെ അത് വ്യാഘ്രമാണെന്ന് അദ്ദേഹം രാത്രിയിൽ കരുതി. അങ്ങനെ ഹതം വ്യാഘ്രം മന്യമാനഃ, വ്യാഘ്രം ഹനിക്കപ്പെട്ട് കരുതിയിട്ട് പൃഷദ്രഃ, ആ പൃഷദ്രൻ പരവീരഃ, അദ്ദേഹം പരന്മാരായ വീരന്മാരുടെ ശക്തിയെ ഹനിക്കുന്നവനാണ്, അല്ലെങ്കിൽ പരന്മാരുടെ വീര്യത്തെ ഹനിക്കുന്നവനാണ്, ശത്രുക്കളുടെ പ്രഭാവത്തെ ഹനിക്കുന്നവനായിട്ടുള്ള അദ്ദേഹം നിശി വ്യുഷ്ടായാം, നിശി രാത്രി, വ്യുഷ്ട എന്ന് പറയുമ്പോൾ ഉത്താനം ചെയ്ത അവസ്ഥ എന്ന് വെച്ചാൽ രാത്രി ഉണർന്നപ്പോൾ, രാത്രി പുലർന്നപ്പോൾ എന്നർത്ഥം. രാത്രി പോയി, പുലർകാലമായി. അങ്ങനെ വ്യുഷ്ടായാം സതി സ്വഹതാം ബഭ്രും അദ്രാക്ഷീത്, സ്വഹതാം തന്നാൽ ഹനിക്കപ്പെട്ടതായ ബഭ്രുവിനെ, ആ കപില പശുവിനെ അദ്രാക്ഷി ദർശിച്ചു. എന്നിട്ടോ ദുഃഖിത, അത്യന്തം ദുഃഖിതനായി തീർന്നു. രാവിലെ എഴുന്നേറ്റ് വെളിച്ചം വന്നപ്പോ നോക്കിയപ്പോ പുലിയാണ് ചത്തു കിടക്കണമെന്നാണ് രാത്രി വിചാരിച്ചത്. പക്ഷെ രാവിലെ നോക്കിയപ്പോ അത് പശുവായിരുന്നു മരിച്ചു കിടക്കുന്നത്. ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, കൈവിട്ടു പോയി, അബദ്ധം പറ്റിപ്പോയി. തം ശശാപകുലാചാര്യഃ കൃതാഗസം അകാമതഃ നക്ഷത്രബന്ധുഃ ശൂദ്രസ്ത്വം കർമ്മണാ ഭവിതാമുനാ. തം ശശാപകുലാചാര്യഃ കൃതാഗസം അകാമതഃ നക്ഷത്രബന്ധു ശൂദ്രസ്ത്വം കർമ്മണാ ഭവിതാമുനാ. ആ സമയത്ത് രാവിലെ കാര്യം ചെന്ന് ഗുരുവിനെ അറിയിക്കണമല്ലോ, അറിയിച്ചു. വിനീതനായി ദുഃഖിതനായി വസിഷ്ഠനോട് ചെന്ന് അറിയിച്ചപ്പോൾ കുലാചാര്യനായ വസിഷ്ഠൻ തം ശശാപ, അവനെ ശപിച്ചു എന്നാണ് പറഞ്ഞത്. ആരായാലും
മനസ്താപമുണ്ടാകും. അത് തന്നെയാണ് ഇവിടുത്തെ ശാപം. പശുവിനെ അറിവില്ലായ്മ കൊണ്ട് ഇരുട്ടത്ത് അവിവേകം കൊണ്ട് കൊന്നു. അപ്പൊ അതിന്റെ ശാപം എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്നുണ്ടാകുന്ന ദുഃഖം. എന്നിട്ട് അവൻ കൃതാഗസനാണ്. കൃതാഗസൻ ആഗസ്, അകാമതഃ കൃതാഗസൻ. അകാമതഃ എന്ന് പറഞ്ഞാൽ കാമിക്കാതെ മനഃപൂർവമല്ലാതെ അപരാധം ചെയ്തവൻ. കൃതാഗസൻ എന്ന് പറഞ്ഞാൽ ആഗസ് ചെയ്തവൻ, അപരാധം ചെയ്തവൻ. പക്ഷെ കാമം കൊണ്ടല്ല, മനഃപൂർവമല്ല, അറിവില്ലാതെ പറ്റിപ്പോയതാണ്, ജാഗ്രത കുറവ് കൊണ്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് വസിഷ്ഠ ഭഗവാൻ ശപിച്ചു. എന്താ ശപിച്ചത്? നക്ഷത്രബന്ധു, നീ ക്ഷത്രബന്ധുവല്ല, നിനക്ക് ക്ഷത്രിയന്റെ ഗുണങ്ങളില്ല, ക്ഷത്രിയന്റേതായിട്ടുള്ള ഒരു ജാഗ്രതയോ പരാക്രമമോ പോരാ. അപ്പൊ എന്തോ ഒരു അലർട്ട്നെസ് കുറഞ്ഞു, തമോ ഗുണം ബാധിച്ചു. ക്ഷത്രിയന്മാരാകുമ്പോൾ നല്ലോണം രജോ ഗുണവും സത്വഗുണവും വർദ്ധിച്ചവരാണ് ഉത്തമ ക്ഷത്രിയന്മാര്. ഇത് രജോ ഗുണവും തമോ ഗുണവും കൊണ്ട് ഇരുട്ടത്ത് അവിവേകം പ്രവർത്തിച്ചു. അതുകൊണ്ട് ക്ഷത്രബന്ധുവല്ല, നീ ക്ഷത്രിയോത്തമനല്ല, അല്ലെങ്കിൽ ക്ഷത്രിയ വംശത്തിൽ പിറന്നവനല്ല എന്ന് ശപിച്ച് ശൂദ്രഃ ത്വം കർമ്മണ ഭവിത അമുന. അമുനാ കർമ്മണ, ഇപ്പൊ നീ ചെയ്ത ഈ കർമ്മം കൊണ്ട്, അമുനാ കർമ്മണ എന്ന് പറഞ്ഞാൽ ഈ കർമ്മത്താൽ, ത്വം നീ ശൂദ്രഃ ഭവിത, യു വിൽ ബിക്കം ശൂദ്രഃ. ഇപ്പൊ തന്നെ ഭവിച്ചിരിക്കുന്നു. ഗുരുവിന്റെ ശാപം കൊണ്ട്, തന്റെ പ്രവൃത്തി കൊണ്ടും ഈ കർമ്മം കൊണ്ട് നീ ശൂദ്രത്വത്തെ പ്രാപിക്കും, അഥവാ പ്രാപിച്ചിരിക്കുന്നു എന്ന് ഗുരു ശപിച്ചു. എന്നാൽ ഒരു ശൂദ്ര സ്വഭാവമാണ് അലേർട്ട്നെസ് കുറവ്, പ്രായോഗിക ബുദ്ധിയുടെ കുറവ്. ഉത്തമ രാജാക്കന്മാരാണെങ്കിൽ എങ്ങനെയാണ് ആ ഇരുട്ടത്തും പുലിയെ മാത്രം തെരഞ്ഞു പിടിച്ച് കൊല്ലേണ്ടത്, അതിനുള്ള വിദ്യകളൊക്കെ പഠിച്ചിട്ടുണ്ടാവണം, അല്ലെ? ഇപ്പോ അർജുനനൊക്കെ ശബ്ദവേദി ആയിട്ടുള്ള അസ്ത്രങ്ങൾ പ്രയോഗിക്കും. നമ്മുടെ ദശരഥൻ ശബ്ദവേദി ആയിട്ടുള്ള അസ്ത്രം പ്രയോഗിച്ച് അതിൽ അബദ്ധം പറ്റിയിട്ടാണല്ലോ പുത്രശോകം കൊണ്ട് മരിക്കാനുള്ള ശാപം ഉണ്ടായത്. അപ്പൊ അതുപോലെയുള്ള ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെയുള്ള സൂക്ഷ്മതയോടുകൂടിയുള്ളതായിട്ടുള്ള പഠനം വേണ്ടിയിരുന്നു. അപ്പൊ കുറെ കാലം പശുവിന്റെ കൂടെ ജീവിച്ചതല്ലേ, അപ്പോൾ അതിനൊക്കെ വേണ്ടതായിട്ടുള്ള രാത്രിയിൽ ഇങ്ങനെ ഇരുട്ടത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ രക്ഷിക്കണം എന്നുള്ളതായിട്ടുള്ള വിദ്യകളൊക്കെ പഠിച്ചിരിക്കണമായിരുന്നു. അപ്പൊ അതില് ജാഗ്രത കുറവ് ഉണ്ടായി. അതുകൊണ്ട് നീ ഉത്തമ ക്ഷത്രിയനല്ല, നീ രാജ്യഭാരത്തിന് യോഗ്യനല്ല. നിന്റെ കയ്യിൽ നിന്ന് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ഭാവിയിലും ഉണ്ടാവാൻ വഴിയുണ്ട്. അതുകൊണ്ട് നീ ശൂദ്രനായി ഭവിക്കട്ടെ. തമോ ഗുണം വർദ്ധിച്ചവരാണ് ശൂദ്രന്മാര്. അപ്പൊ നിന്റെ തമോ ഗുണം കൊണ്ട് നീ ശൂദ്രത്വം പ്രാപിച്ചാലും എന്ന്. അപ്പൊ ഒരു തരം എന്താ പറയുക, ഗുരു തന്റെ ശിഷ്യന്മാരെ ഉത്തമ ക്ഷത്രിയന്മാരായി വാർത്തെടുക്കുന്ന പ്രക്രിയകളാണിതെല്ലാം. അപ്പൊ അതിൽ ചില എന്താ പറയുക, സ്കാനിങ് ചെയ്ത് പരീക്ഷയിൽ തോറ്റുപോകുന്ന ആൾക്കാരുണ്ട്, അല്ലേ? ഇതിൽ തോറ്റുപോയ ആളാണ് പൃഷദ്രൻ. അടുത്ത രാജ്യാവകാശിയാവാൻ യോഗ്യനല്ലാതെ, പരമ്പരയിൽ ക്ഷത്രിയനായി തീരാതെ അവിടുന്ന് ഔട്ടാക്കപ്പെട്ടു. എന്തായാലും പക്ഷെ അദ്ദേഹം അതിനെ ഒരു അവസരമാക്കി മാറ്റി. ഈ ഗുരുവിന്റെ ശാപത്തെ അദ്ദേഹം തന്റെ ജീവിതത്തെ ഉയർത്താനായിട്ട് ഉപയോഗിച്ചു. അല്ലാതെ മറ്റു പലരെയും പോലെ ശാപം കിട്ടി എന്ന് പറഞ്ഞിട്ട് തപിച്ചുകൊണ്ടിരിക്കുകയോ അതിന്റെ പ്രതികാരമായിട്ട് മറ്റു വല്ലവരോടോ സാമൂഹ്യ വിരുദ്ധനായിട്ട് മാറുകയോ ഒന്നും ചെയ്തില്ല. അതാണ് സൂര്യവംശ രാജാക്കന്മാരുടെ പ്രത്യേകത. സൂര്യവംശ രാജാക്കന്മാരൊക്കെ കേമന്മാരാണ്, വളരെ എന്താ പറയുക, മനസ്ഥൈര്യമുള്ളവരാണ്, ധീരന്മാരാണ്, വിവേകം ഉള്ളവരാണ്. അവർക്ക് എന്തെങ്കിലും അബദ്ധം പറ്റിയാലും അവർ അവിടുന്ന് റിക്കവർ ചെയ്യുന്ന ആൾക്കാരാണ്. അബദ്ധം പറ്റി അങ്ങനെ വീണ്ടും വീണ്ടും ചെളിക്കുഴിയിലേക്ക് പതിക്കുന്നവരല്ല. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ കഥ ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു അബദ്ധം പറ്റി, അതുകൊണ്ട് അദ്ദേഹത്തെ പാകപ്പെടുത്താനായിട്ട് ഗുരു, നീ ഇപ്പോ ശൂദ്രനാണ്, നിന്റെ സ്വഭാവം കൊണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ ഈ രാജ്യഭാരത്തിന് യോഗ്യനല്ല എന്ന മട്ടില് ശപിച്ചു എന്ന് കരുതിയാൽ മതി.
തം ശശാപകുലാചാര്യഃ കൃതാഗസം അകാമതഃ നക്ഷത്രബന്ധു ശൂദ്രസ്ത്വം കർമ്മണാ ഭവിതാ മുനാ ഏവം ശബ്ദസ്തു ഗുരുണാ പ്രത്യഗൃഹ്ണാത് കൃതാഞ്ജലിഃ അധാരയദ്വ്രതം വീരഃ ഊർധ്വരേതാ മുനിപ്രിയം. ഏവം ശബ്ദസ്തു ഗുരുണാ പ്രത്യഗൃഹ്ണാത് കൃതാഞ്ജലിഃ അധാരയദ്വ്രതം വീരഃ ഊർധ്വരേതാ മുനിപ്രിയം. ഏവം ഗുരുണാ ശബ്ദഃ തു, ഇപ്രകാരം ഗുരുവിനാൽ ശപിക്കപ്പെട്ടിട്ടും പൃഷദ്രൻ എന്ത് ചെയ്തു? കൃതാഞ്ജലി പ്രത്യഗൃഹ്ണാത്, തൊഴുകയ്യോടെ അഞ്ജലി കുപ്പിക്കൊണ്ട് ഗുരുവിന്റെ വാക്കുകളെ ശാപവചനങ്ങളാണെങ്കിൽ പോലും സ്വീകരിച്ചു, പ്രതിഗ്രഹിച്ചു. അതാണ് പ്രത്യഗൃഹ്ണാത്. സന്തോഷപൂർവം അല്ലെങ്കിൽ ഗുരുവിന്റെ പ്രസാദമായി, അനുഗ്രഹമായി ഗുരുവിന്റെ വാക്കുകളെ സ്വീകരിച്ചു. കൃതാഞ്ജലി പ്രത്യഗൃഹ്ണാത്. എന്നിട്ടോ ആ വീരനായിട്ടുള്ള അദ്ദേഹം ഊർധ്വരേതാവായി എന്നുവെച്ചാൽ ബ്രഹ്മചര്യം, നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു? മുനിപ്രിയം വ്രതം അധാരയത്, മുനികൾക്ക് പ്രിയമായിരിക്കുന്ന വ്രതത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവത് ഭജനമാകുന്ന ആ വ്രതത്തെ, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതായിട്ടുള്ള തപസ്സിനെ അദ്ദേഹം സ്വീകരിച്ചു. നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിച്ചു. വിവാഹം കഴിച്ചില്ല, ക്ഷത്രിയ പ്രവൃത്തികളിലേക്ക് പോയില്ല. അദ്ദേഹം തപസ്സിലൂടെ ഭഗവാനെ പ്രാപിക്കുന്നു. അതിനാണ് തുടർന്ന് പറയുന്നത്. അപ്പൊ മുനിവ്രതം അഥവാ മുനിപ്രിയമായിട്ടുള്ള വ്രതത്തെ അധാരയത് ധരിച്ചു, വളരെ ശ്രേഷ്ഠനായിട്ട് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട്. വാസുദേവേ ഭഗവതി സർവാത്മനി പരേ അമലേ ഏകാന്തിത്വം ഗതോ ഭക്ത്യാ സർവഭൂത സുഹൃത് സമഃ. വാസുദേവേ ഭഗവതി സർവാത്മനി പരേ അമലേ ഏകാന്തിത്വം ഗതോ ഭക്ത്യാ സർവഭൂത സുഹൃത് സമഃ. അദ്ദേഹം സ്വയം പരിശുദ്ധനാവുന്ന കഥയാണ്. ആ ഗോവധം എന്നുള്ളത് ഒരു നിമിത്തം മാത്രമായി തീർന്ന് അദ്ദേഹത്തെ ഉദ്ധരിക്കാനായിട്ട് അദ്ദേഹം ആ ഒരു അവസ്ഥയെ ഉപയോഗിച്ചു. തനിക്ക് പറ്റിയ ഒരേ ഒരു അബദ്ധം, ജീവിതത്തിൽ പറ്റിയതായിട്ടുള്ള ഒരേ ഒരു അബദ്ധം, അതിനെ തിരുത്താനായിട്ട് അദ്ദേഹം തപസ്സനുഷ്ഠിച്ചു, സ്വയം തിരുത്തി എന്ന് പറയണം. സർവഭൂത സുഹൃത്ത്, സർവഭൂതങ്ങളുടെയും സുഹൃത്ത്, എല്ലാവർക്കും നന്മ മാത്രം കാക്ഷിക്കുന്നവനായിട്ടുള്ള ആ രാജാവ്. സമഹ, എല്ലാവരോടും സമഭാവനയോടെ പെരുമാറുന്നവൻ. അമലേ പരേ സർവാത്മനി ഭഗവതി വാസുദേവേ ഭക്ത്യാ ഏകാന്തിത്വം ഗതഃ. വാസുദേവനിൽ, എങ്ങനെയുള്ള വാസുദേവനിൽ? അമലേ, നിർമ്മലനായിരിക്കുന്ന, നിർവികാരനായിരിക്കുന്ന, നിഷ്കളങ്കനായിരിക്കുന്ന ഭഗവാനിൽ, പവിത്രനായിരിക്കുന്ന, പരിശുദ്ധനായിരിക്കുന്ന ഭഗവാനിൽ, പരേ, എല്ലാറ്റിലും ഉത്കൃഷ്ടനായിരിക്കുന്ന, പരമകാരണഭൂതനായിരിക്കുന്ന, സർവാത്മനി, സർവത്തിന്റെയും ആത്മാവായിരിക്കുന്ന ഭഗവതി വാസുദേവി, ഭഗവാൻ വാസുദേവനിൽ, ഐശ്വര്യാദി സർവ ഗുണങ്ങളും തികഞ്ഞിരിക്കുന്നവനായ ഭഗവാൻ വാസുദേവനിൽ ഭക്ത്യാ, ഭക്തി കൊണ്ട്, ഏകാന്തിത്വം ഗതഃ, ഏകാന്ത ഭക്തിയായി തീർന്നു അയാൾ. അന്യവിചാരമൊന്നുമില്ലാതെ ഭഗവാനെ മാത്രം ആശ്രയിക്കുന്നവനായി, ഭഗവാനെ ശരണം പ്രാപിച്ചവനായി ഭവിച്ചു. അങ്ങനെ ഭഗവത് ഭജനം കൊണ്ട് പരിശുദ്ധനായി എന്ന് തുടരുകയാണ്. വിമുക്ത സംഗശാന്താത്മാ സംയതാക്ഷോപരിഗ്രഹ യദൃച്ഛയോപപന്നേന കൽപ്പയൻ വൃത്തിമാത്മനഃ ആത്മന്യാത്മാനമാദായ ജ്ഞാനതൃപ്തഃ സമാഹിതഃ വിചചാരമഹീം ഏതാം ജഡാന്തബധിരാകൃതിഃ. വിമുക്ത സംഗഃ ശാന്താത്മാ സംയതാക്ഷോപരിഗ്രഹഃ യദൃച്ഛയോപപന്നേന കൽപ്പയൻ വൃത്തിമാത്മനഃ. എങ്ങനെയാണ് അദ്ദേഹം ബാക്കി ഭഗവത് ഭജനത്തോടുകൂടി തന്റെ ജീവിതത്തെ നയിച്ചത്? വിമുക്ത സംഗഃ, ലോകത്തില് ഒരു വസ്തുവിനോടും ഒരു തരത്തിലുള്ളതായുള്ള ഡിപെൻഡൻസിയും ഇല്ലാതെ, ഒന്നിനെയും ആശ്രയിക്കാതെ, ഒരു സംഘവുമില്ലാതെ,
ശാന്താത്മ, മനസ്സിൽ കാമമൊന്നും ഇല്ലാത്തത് കൊണ്ട്, പ്രത്യേക അജണ്ടകളൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഒരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കാത്തതുകൊണ്ട് വളരെ ശാന്തനായിട്ടുള്ള ഭാവമായിരുന്നു. ശാന്താത്മ, അങ്ങനെ മനസ്സ് ശാന്തനായിക്കൊണ്ട് സംയതാക്ഷ, തന്റെ അക്ഷങ്ങളെ സംയമനം ചെയ്തവനായിട്ട്, ഇന്ദ്രിയങ്ങളെയെല്ലാം വേണ്ട പോലെ അടക്കിയവനായിട്ട്, നല്ല ഇന്ദ്രിയ നിയന്ത്രണമുള്ളവനായിട്ട്, സംയതാക്ഷ അപരിഗ്രഹ, ഒരു പരിഗ്രഹവുമില്ലാതെ, ഒന്നും പൊസസ് ചെയ്യാതെ, കണ്ടതൊന്നും തന്റെ കൈക്കലാക്കണം എന്നുള്ള വിചാരമില്ലാതെ, കയ്യിലൊന്നും കൊണ്ടു നടക്കാതെ, യദൃച്ഛയാ ഉപപന്നേന ആത്മനഃ വൃത്തിം കൽപ്പയന്. അപ്പൊ യദൃച്ഛയാ ഉപപന്നേന, എന്താണോ യാദൃച്ഛികമായി തന്റെ അടുത്തേക്ക് വന്നു ചേരുന്നത്, അതുകൊണ്ട് ആത്മനഃ വൃത്തിം കൽപ്പയന്, തന്റെ വൃത്തിയെ, തന്റെ ഉപജീവന മാർഗത്തെ നിശ്ചയിച്ചുകൊണ്ട്. അപ്പോ മുൻകൂട്ടി കരുതിക്കൂട്ടി സംഭരിച്ചു വെക്കുന്ന പരിപാടി ഒന്നുമില്ല. സമ്പാദിച്ചു കൂട്ടല്, സമ്പാദ്യശീലം, പൊസഷൻ ഒന്നുമില്ല. അന്നന്നാള് വരുന്നത് കൊണ്ട് തന്റെ ജീവിതം നയിച്ചു. ഭക്ഷണത്തെ അങ്ങോട്ട് അപേക്ഷിച്ച് ചെന്നില്ല. യാദൃച്ഛികമായി ഇങ്ങോട്ട് വന്നു ചേരുന്നത് കൊണ്ട് തൃപ്തനായിക്കൊണ്ട് സന്തോഷമായിട്ട് കഴിഞ്ഞു. അപ്പൊ ശരിയായൊരു ഉത്തമനായിട്ടൊരു സന്യാസിയായി അദ്ദേഹത്തിന്റെ ജീവിതം നയിച്ചു എന്നർത്ഥം. ആത്മനഃ വൃത്തിം യദൃച്ഛയാ ഉപപന്നേന കൽപ്പയന്, ഒരു പ്രത്യേകമായിട്ടുള്ള ഡിമാൻഡുമില്ലാതെ, ആരോടും അപേക്ഷയില്ലാതെ, പൂർണ്ണ സ്വതന്ത്രനായി ശാന്തനായി അദ്ദേഹം ജീവിച്ചു. ആത്മനി ആത്മാനമാധായ ജ്ഞാനതൃപ്തഃ സമാഹിതഃ വിചചാരമഹീം ഏതാം ജഡാന്തബധിരാകൃതിഃ. ആത്മനി ആത്മാനമാധായ, ആത്മനി എന്നുള്ള ശബ്ദം കൊണ്ട് പരമാത്മനി, ആത്മാനം എന്നുള്ളത് കൊണ്ട് തന്റെ ആത്മാവിനെ, ജീവാത്മാവിനെ. അപ്പോ തന്റെ ജീവാത്മാവിനെ പരമാത്മാവിൽ ഉറപ്പിച്ചിട്ട് തത്വമസ്യാദി മഹാവാക്യങ്ങളുടെ വിചാരം കൊണ്ട്, അഹം ബ്രഹ്മാസ്മി എന്ന ഭാവന കൊണ്ട്, അങ്ങനെ ആത്മനി ആത്മാനമാതായ ജ്ഞാനതൃപ്തഃ, ആ ജ്ഞാനത്തിൽ സന്തുഷ്ടനായിട്ട്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധം അദ്ദേഹത്തിന് എന്തെന്നില്ലാത്തൊരു ആനന്ദത്തെ കൊടുത്തു, തൃപ്തിയെ കൊടുത്തു, ഒരു കുറവും ഇല്ലാത്തൊരവസ്ഥയെ കൊടുത്തു. ഒന്നിനും വേണ്ടിയിട്ടുള്ള ഒരു ദാഹം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല. ജ്ഞാനതൃപ്തഃ സമാഹിതഃ, സമാഹിതഃ മനസ്സിനെ അടക്കിയവനായിട്ട്, മനസ്സിങ്ങനെ ചഞ്ചലമായി കൊണ്ടിരിക്കുന്നില്ല, അലഞ്ഞു തിരിയുന്നില്ല. ഉറച്ച മനസ്സോടുകൂടി സ്ഥിതപ്രജ്ഞനായി, ജഡാന്തബധിരാകൃതി, ജഡൻ, അന്ധൻ, ബധിരൻ മുതലായ ആകൃതിയോടുകൂടി, ആകൃതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണുമ്പോ ഇയാള് ജഡനാണോ എന്ന് തോന്നും, അഥവാ ബധിരനാണോ എന്ന് തോന്നും, അഥവാ അന്ധനാണോ എന്ന് തോന്നും. എന്താ, കണ്ടാലും കാണാത്തതുപോലെ നടക്കലാണ് ഇവിടെ അന്ധനാണെന്ന് തോന്നാനുള്ള കാരണം. നമ്മളൊക്കെ എന്തെങ്കിലും ആകർഷണമുള്ള വസ്തുക്കൾ കണ്ടാൽ, അല്ലെ, ഇത്തിരി നിറം മാറി കണ്ടാൽ ഏത് വസ്തുവിലേക്കും നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കും. ഇത്തിരി കളർഫുൾ ആയിട്ടുള്ളത് എന്ത് കണ്ടാലും നമ്മുടെ കണ്ണുകൾ അതിലേക്ക് ആകർഷിക്കും. ഏതെങ്കിലും ശബ്ദം കേട്ടാൽ ഉടനെ അതിലേക്ക് ആകർഷിക്കും. ഇവിടെ ബധിരനെ പോലെ ഞാനൊന്നും കേട്ടില്ല, ഞാനൊന്നും കണ്ടില്ല എന്ന മട്ടില് ഒന്നിനെയും ശ്രദ്ധിക്കാതെ എല്ലാറ്റിനെയും അവഗണിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് അദ്ദേഹം ജഡനെ പോലെ, ജഡൻ എന്ന് പറഞ്ഞാൽ ഒരു മന്ദബുദ്ധിയെ പോലെ, സാധാരണക്കാരെ പോലെ സ്മാർട്ടായിട്ടല്ല അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ. അല്ലെ, സാധാരണക്കാര് എന്താ, എന്ത് കണ്ടാലും വെട്ടിപ്പിടിക്കാനുള്ള വ്യഗ്രതയോടെ പാഞ്ഞെടുത്ത് എല്ലാം സ്വന്തമാക്കാനുള്ള ശ്രമം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് ആ വക യാതൊരു ചിന്തയുമില്ല. ഒരു എന്താ പറയുക, മന്ദബുദ്ധിയെ പോലെ, ഭ്രാന്തനെ പോലെ, തനിക്കൊന്നിലും താല്പര്യമില്ലാതെ, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ പോലും മറുപടി പറയാതെ, ശ്രദ്ധിക്കാതെ. കാരണം ആരോടും സംസാരിക്കാൻ ചെന്നാൽ സംസാരം വർദ്ധിക്കും, ദ്വൈതഭാവം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഒരു വ്യവഹാരത്തിലും താല്പര്യമില്ലാത്തവനായി ജഡനെ പോലെ, അന്ധനെ പോലെ, ബധിരനെ പോലെ ആകൃതിയെ കാണിച്ചുകൊണ്ട് ഏതാം മഹീം വിചചാര, ഈ ഭൂമിയിൽ വിശേഷേണ ചചാര, നന്നായി സഞ്ചരിച്ചു. എവിടെയും നിൽക്കാതെ
ഇങ്ങനെ എന്താ പറയുക, കാറ്റത്തെ അപ്പൂപ്പൻ താടിയെ പോലെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു. പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ഒരു അവധൂതനായി, പരമഹംസ പരിവ്രാജകനായി, ഉത്തമ സന്യാസിയായി അദ്ദേഹത്തിന്റെ ജീവിതം നയിച്ചു. ഏവം വൃത്തോ വനം ഗത്വാ ദൃഷ്ട്വാ ദാവാഗ്നിമുത്ഥിതം തേനോപയുക്തകരണോ ബ്രഹ്മ പ്രാപ പരം മുനിഃ. ഏവം വൃത്തോ വനം ഗത്വാ ദൃഷ്ട്വാ ദാവാഗ്നിമുത്ഥിതം തേനോപയുക്തകരണോ ബ്രഹ്മ പ്രാപ പരം മുനിഃ. ഏവം വൃത്തഃ, ഇങ്ങനെ വർത്തിക്കുന്നവൻ, ഇപ്രകാരം സഞ്ചരിക്കുന്നവനായിട്ട് ആ മുനിഹി, മനനശീലനായ മൗനനായിരിക്കുന്ന അദ്ദേഹം വനം ഗത്വാ, പിന്നീട് നാട്ടുമ്പുറമൊക്കെ വിട്ട് വനത്തിലേക്ക് പ്രവേശിച്ചു. അവിടെ ഉത്ഥിതം ദാവാഗ്നിം ദൃഷ്ട്വ, നമ്മുടെ ജഡഭരതനെ പോലെ തന്നെ, അല്ല മറ്റേ നമ്മുടെ ഋഷഭദേവനെ പോലെ തന്നെ, പഞ്ചമസ്കന്ധത്തിൽ ഋഷഭചരിതം പറഞ്ഞില്ലേ, അതുപോലെ ഉത്ഥിതം ദാവാഗ്നിം ദൃഷ്ട, ഉയർന്നു പൊങ്ങുന്നതായിട്ടുള്ള കാട്ടുതീയിനെ കണ്ടിട്ട്, ജ്വലിക്കുന്ന കാട്ടുതീയിനെ കണ്ടിട്ട്, തേന ഉപയുക്തകരണ പരം ബ്രഹ്മ പ്രാപ. തേന, ആ കാട്ടുതീയിനാൽ, ഉപയുക്തകരണ, തന്റെ കരണങ്ങളെ, തന്റെ ശരീരത്തെ അതിൽ സമർപ്പിച്ചിട്ട്, ഉപയുക്തമാക്കുക എന്ന് പറഞ്ഞാൽ അതില് യോജിപ്പിക്കുക, അതിനോട് ചേർത്ത് യോജിപ്പിച്ചു. കാട്ടുതീയിന് ഇന്ധനമാക്കി തീർത്തു തന്റെ ശരീരത്തെ. അങ്ങനെ ശരീരത്തെ ദഹിപ്പിച്ചിട്ട് പരം ബ്രഹ്മ പ്രാപ, വിദേഹമുക്തനായി തീർന്നു, പരംബ്രഹ്മത്തെ പ്രാപിച്ചു. ദേഹം ഒരു തടസ്സമായി തോന്നിയിരുന്നു. തന്നെ പരിമിതപ്പെടുത്തുന്നതായിട്ടുള്ള ഈ പ്രാരബ്ധ ശരീരം, അതിനെ അഗ്നിക്ക് വിട്ടുകൊടുത്ത് ആ പരബ്രഹ്മഭാവത്തിലേക്ക് സ്വയം വിലയിച്ചു, പരമാത്മഭാവത്തിലേക്ക് വികസിച്ചു. തന്റെ എല്ലാ ദോഷങ്ങളെയും തീർത്തു. എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ, പശു ഹത്യ ചെയ്തതോ അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള തമോ ഗുണമോ എല്ലാം തന്റെ തപസ്സുകൊണ്ട് ശുദ്ധീകരിച്ച് പരമപവിത്രനായി ഭഗവത് സ്വരൂപിയായി തീർന്നു. ബ്രഹ്മവിത് ബ്രഹ്മൈവ ഭവതി എന്ന ഉപനിഷത്ത് പറഞ്ഞ പോലെ ആ ബ്രഹ്മമായി തീർന്നു. അപ്പോൾ വളരെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു മഹാത്മാവിന്റെ കഥ തന്നെയാണ് വൃഷഭദ്രന്റെ കഥ. നൈഷ്ഠിക ബ്രഹ്മചാരിയായി സന്യാസിയായി ജീവിച്ച ഒരു മഹാത്മാവ്. ഒരു ചെറിയ അബദ്ധം, കയ്യബദ്ധം പറ്റിയതേ ഉള്ളൂ. പക്ഷെ അതിനെ ഒരിക്കലും അദ്ദേഹം തന്റെ ശാപമാക്കി മാറ്റിയില്ല, അനുഗ്രഹമാക്കി മാറ്റി. പെട്ടെന്ന് ജീവിതം അദ്ദേഹത്തിന് പ്രാരബ്ധങ്ങൾ അധികമൊന്നുമില്ലാതെ കരകയറാനുള്ള ഒരു ഇതാക്കി മാറ്റി. അപ്പൊ അത്രയും വിവേകിയായിരുന്നു. എന്നും കൂടി ഒരു അബദ്ധം പറ്റിയതേ ഉള്ളൂ. അങ്ങനെ അബദ്ധങ്ങൾ ആർക്കും പറ്റാം. ആ അബദ്ധത്തിൽ കിടക്കാതെ, അതിനെക്കുറിച്ച് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാതെ, വിഷമിച്ചുകൊണ്ടിരിക്കാതെ, വീണ്ടും വീണ്ടും അബദ്ധങ്ങൾ ചെയ്യാതെ, തപസ്സുകൊണ്ട്, ഉദ്ദേശശുദ്ധി കൊണ്ട് ഒക്കെ സ്വയം ശുദ്ധീകരിച്ച് ഈശ്വര ഭജനം ചെയ്ത് ആ ഈശ്വരനെ പ്രാപിക്കുക എന്നുള്ളതായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗം നമുക്ക് മാതൃകയായിട്ട് കാണിച്ചു തന്ന ഒരു മഹാത്മാവിന്റെ ചരിത്രം വൃഷഭദ്രചരിതം. 12 ശ്ലോകം എഴുതുമെങ്കിലും വളരെ നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു കഥയാണ്. തുടർന്ന് ഒരു ശ്ലോകത്തിൽ മനുവിന്റെ മറ്റൊരു പുത്രൻ കവി, അദ്ദേഹം ഇതുപോലെ ബ്രഹ്മചാരിയായിരുന്നു, വിവാഹം കഴിച്ചില്ല, സന്തതി ഉണ്ടായില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ കഥ ഒറ്റ ശ്ലോകം കൊണ്ട് പറയണം. കവി കനീയാൻ വിഷയേഷു നിസ്പൃഹോ വിസൃജ്യ രാജ്യം സഹ ബന്ധുഭിർവനം നിവേശ്യ ചിത്തേ പുരുഷം സ്വരോജിഷം വിവേശ കൈശോരവയാ പരം ഗതഃ. കവി കനീയാൻ വിഷയേഷു നിസ്പൃഹോ വിസൃജ്യ രാജ്യം സഹ ബന്ധുഭിർവനം നിവേശ്യ ചിത്തേ പുരുഷം സ്വരോചിഷം വിവേശ കൈശോരവയാ പരം ഗതഃ. കവി കനീയാൻ, കനീയാൻ എന്ന് പറഞ്ഞാൽ
ദ യങ്ങസ്റ്റ് എന്നർത്ഥം. കനിഷ്ഠൻ, കനീയ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും താഴെയുള്ളവൻ. മറ്റത് അഗ്രജൻ, ജ്യേഷ്ഠൻ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ കനീയാനാണ്. അപ്പൊ ഏറ്റവും യങ്ങസ്റ്റ് ആയിരിക്കുന്ന കനിഷ്ഠനായിട്ടുള്ള കവി, പേര് കവി, 10ാമനായ കവി, കൈശോരവയാഹ, അദ്ദേഹത്തിന് കിശോരപ്രായത്തിൽ തന്നെ, കൈശോരം എന്നൊക്കെ പറഞ്ഞാല് യൗവനത്തിന് മുമ്പുള്ളതായിട്ടുള്ള പ്രായം, കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ടീനേജിന്റെ ആദ്യകാലം, അതിനാണ് കൈശോരം എന്ന്. 16 വയസ്സ് വരെയുള്ള പ്രായത്തെ വേണമെങ്കിൽ കൈശോരം എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ആ പ്രായമായിരിക്കുമ്പോൾ തന്നെ വിഷയേഷു നിസ്പൃഹ, സാധാരണ ബാലന്മാരെന്ന് പറഞ്ഞാലും ചെറുപ്പക്കാരെന്ന് പറഞ്ഞാലും വിഷയങ്ങളിൽ സ്പൃഹയുള്ളവരായിരിക്കും. ബാലസ്താവത് ക്രീഡാസക്ത തരുണസ്താവത് തരുണീസക്ത എന്ന് പറയുന്നതിന് പകരം ഇവിടെ എന്താ പറഞ്ഞത്? വിഷയേഷു നിസ്പൃഹ. ചെറുപ്രായത്തിൽ തന്നെ ഒരു വിഷയത്തിലും ഒരു സ്പൃഹയും ഉണ്ടായിരുന്നില്ല, ഒരു കൊതിയും ഒന്നിനോടുമില്ല. പരമനിസ്സംഗൻ, വൈരാഗ്യത്തിന്റെ ഒരു മൂർത്തീഭാവം. അതാണ് വിഷയേഷു നിസ്പൃഹ. തന്നെ ബന്ധിക്കുന്ന ഒരു വിഷയത്തിലും ഒരു തരത്തിലുള്ള മാനസികമായിട്ടുള്ള അട്രാക്ഷനും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. വിഷയേഷു നിസ്പൃഹ. അങ്ങനെ അദ്ദേഹം ബന്ധുഭിഹി സഹ രാജ്യം വിസൃജ്യ വനം വിവേശ, വനത്തെ ഉപേക്ഷിച്ചു, രാജ്യം വിസർജ്യ, രാജ്യത്തെ വിസർജിച്ചു. എന്തോടുകൂടെ? ബന്ധുക്കളോട് കൂടിയ രാജ്യത്തെ. അല്ലാതെ ബന്ധുക്കളോടുകൂടി വനത്തിലേക്ക് പ്രവേശിച്ചു എന്നല്ല, ബന്ധുക്കളോടുകൂടിയ രാജ്യത്തെ ഉപേക്ഷിച്ചിട്ട്. അപ്പൊ രാജ്യത്തെയും ബന്ധുക്കളെയും ഉപേക്ഷിച്ചു. അപ്പൊ ബന്ധുക്കളോടൊന്നും ഒരു തരത്തിലുള്ള മമതയും ആസക്തിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അച്ഛനമ്മമാരോടോ സഹോദരന്മാരോടോ അവരുടെ പുത്രന്മാരോടോ സുഹൃത്തുക്കളോടോ നാട്ടുകാരോടോ ഒരു തരത്തിലുള്ള ഒരു മമതയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബന്ധുക്കളോടുകൂടിയ രാജ്യത്തെ വിസർജിച്ച് ഉപേക്ഷിച്ച് വനം വിവേശ, വനത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ടോ സ്വരോജിഷം പുരുഷം ചിത്തേ നിവേശ്യ പരം ഗതഃ. സ്വരോജിഷം പുരുഷം, സ്വയം രോജിസ്സുള്ളവൻ, സ്വപ്രകാശമുള്ളവൻ. ആരാണ്? പുരുഷൻ, ഭഗവാൻ. സ്വയം പ്രകാശിക്കുന്നത് ഭഗവാൻ മാത്രം. തസ്യഭാസ സർവമിതം വിഭാതി, അവന്റെ പ്രകാശം കൊണ്ടാണ് ഈ ലോകം മുഴുവൻ പ്രകാശിക്കുന്നത്. അല്ലാതെ ഈ ലോകത്തിന് സ്വയം പ്രകാശമില്ല, അവന്റെ സത്തയാണ് ഈ ലോകത്തിന്റെ സത്ത. അപ്പൊ അങ്ങനെയുള്ള സ്വയം പ്രകാശസ്വരൂപനായ ഭഗവാനെ, പുരുഷനെ ചിത്തെ നിവേശ്യ, ചിത്തത്തിൽ ഉറപ്പിച്ചിട്ട് പരം ഗതഃ, ആ പരമപദത്തെ പ്രാപിച്ചു, ഭഗവത് പദത്തെ പ്രാപിച്ചു. ഭഗവാനെ തന്നെ ധ്യാനിച്ച് ധ്യാനിച്ച് ഭഗവാനുമായി ഐക്യം പ്രാപിച്ചു, ഒന്നായി തീർന്നു, പരബ്രഹ്മഭാവത്തെ പ്രാപിച്ചു. അപ്പൊ അങ്ങനെ വൈവസ്വത മനുവിന്റെ ഏറ്റവും ഇളയ പുത്രൻ കവിയുടെ ചരിത്രം ഒറ്റ ശ്ലോകത്തിൽ പറഞ്ഞു തീർത്തു. അത് കൂടുതൽ ഇനിയിപ്പോ കാത്തിരിക്കണ്ടല്ലോ ആകാംക്ഷയോടെ, ഇനിയിപ്പോ 9 പേരുടെ കഥ പറയാണ്ടല്ലോ എന്ന് കേൾക്കണ്ട, 8 ഉള്ളൂ. ഇനി അടുത്തതില് കരൂഷൻ എന്ന് പറയുന്ന മകനിൽ നിന്ന് ഉണ്ടായ പരമ്പരയെ ഒരു ശ്ലോകം കൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞു. വൈവസ്വത മനുവിന്റെ ഒരു പുത്രനാണ് കരൂഷൻ. അത് പറയുന്നു: കരൂഷാത് മാനവാത് ആസൻ കാരൂഷാഹ ക്ഷത്രജാതയഃ ഉത്തരാപദഗോപ്താരോ ബ്രഹ്മണ്യാ ധർമ്മവത്സലാഹ. കരൂഷാത് മാനവാത് ആസൻ കാരൂഷാഹ ക്ഷത്രജാതയഃ ഉത്തരാപദഗോപ്താരോ ബ്രഹ്മണ്യാ ധർമ്മവത്സലാഹ. കരൂഷാത് മാനവാത് ആസൻ കാരൂഷാഹ. മാനവൻ എന്ന് പറഞ്ഞാൽ മനുപുത്രൻ, വൈവസ്വത മനുവിന്റെ പുത്രൻ. മാനവാത് കരൂഷാത്, മനുപുത്രനായ കരൂഷനിൽ നിന്ന് ആരുണ്ടായി? ക്ഷത്രജാതയ, ക്ഷത്രിയ വംശജാതന്മാരായിട്ടുള്ള കാരൂഷാഹ ആസൻ, കാരൂഷന്മാര് ഭവിച്ചു. കരൂഷന്റെ മക്കളായതുകൊണ്ട് അവരെ കാരൂഷന്മാരെന്ന് വിളിച്ചു. അവര് ക്ഷത്രിയ പ്രവൃത്തിയായിരുന്നു, ഭരണകർത്താക്കളായിരുന്നു. അവര് ഉത്തരാപദഗോപ്താര, ഉത്തരാപദം എന്ന് പറഞ്ഞാൽ ഉത്തരദേശങ്ങളെ ഭരിക്കുന്നവർ. മുമ്പ് നമ്മള്
സുദ്യുമ്നന്റെ മക്കള് ദക്ഷിണാപദ ഗോപ്താരന്മാരായി മാറിയെന്ന് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരുന്നു. സുദ്യുമ്നന്റെ മക്കള് ദക്ഷിണദേശങ്ങളുടെ രക്ഷകന്മാരായി. ഇവിടെ കരൂഷന്റെ മക്കൾ ഉത്തരാപദ ഗോപ്താര ഉത്തരദേശങ്ങളെ രക്ഷിക്കുന്നവരായി തീർന്നു. അവിടുത്തെ പ്രഭുക്കന്മാരായി തീർന്നു. സാമന്ത രാജാക്കന്മാരായി തീർന്നു എന്ന് പറയാം. ആരുടെ കീഴിൽ ഇവിടെ ഇപ്പൊ ആരാണോ മനുപുത്രൻ രാജ്യം ഭരിക്കുന്നത്, പ്രധാന രാജാവ് അയാളായിരിക്കും. അല്ലെങ്കിൽ മനു ഭരിക്കുമ്പോൾ മനുവിന്റെ കീഴിലായിരിക്കും. മനു സ്ഥാനമൊഴിഞ്ഞ് തന്റെ പുത്രന്മാരെ ഏൽപ്പിക്കുമ്പോൾ അവരുടെ കീഴിലായിരിക്കും. എന്തായാലും ലോക്കൽ രാജാക്കന്മാരായിട്ട് സാമന്തന്മാരായിട്ട് ഭവിക്കും. ആ അർത്ഥത്തിലാണ് ഇവിടെ ഉത്തരാപദ ഗോപ്താര, ഉത്തരാപദത്തിന്റെ രക്ഷകന്മാരായി ഈ കാരൂഷന്മാർ ഭവിച്ചു. അവരെങ്ങനെയുള്ളവരായിരുന്നു? അവരുടെ സ്വഭാവം പറയണു. ബ്രഹ്മണ്യാഹ ധർമ്മവത്സലാഹ. ബ്രഹ്മണ്യാഹ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരിൽ നല്ലപോലെ ഭക്തി, പ്രേമം ഇതെല്ലാം ഉള്ളവര്, ബഹുമാനമുള്ളവര്, ബ്രാഹ്മണ ഭക്തരായിരിക്കുന്നവരും. ധർമ്മവത്സലാഹ, ധർമ്മത്തിൽ നല്ല താല്പര്യമുള്ളവര്, ധർമ്മത്തിനു വേണ്ടി ജീവിക്കുന്നവര്. അപ്പൊ സ്വഭാവം കൊണ്ട് തന്നെ ധർമ്മിഷ്ഠന്മാരായിരുന്നു, ധർമ്മം തെറ്റി നടക്കുന്നവരായിരുന്നില്ല. അങ്ങനെയുള്ള പേര് കരൂഷന്റെ സന്തതികളായി കാരൂഷന്മാരെന്ന ക്ഷത്രിയന്മാർ ഉത്തരാപദ ഗോപ്തന്മാരായി ഉണ്ടായി. ഒറ്റ ശ്ലോകം കൊണ്ട് കരൂഷന്റെ വംശം പറഞ്ഞു കഴിഞ്ഞു. ഇനി 2 ശ്ലോകം കൊണ്ട് നൃഗൻ, ദൃഷ്ടൻ എന്നിങ്ങനെ 2 പേരുടെ കഥ പറയുകയാണ്. ദൃഷ്ടാദാഷ്ടമഭൂക്ഷത്രം ബ്രഹ്മഭൂയം ഗതം ക്ഷിതൗ നൃഗസ്യ വംശഃ സുമതിഃ ഭൂതജ്യോതിസ്തതോ വസുഃ വസോഃ പ്രതീകസ്തൽപുത്രഃ ഓഘവാൻ ഓഘവത്പിതാ കന്യാ ചോഘവതി നാമ സുദർശന ഉവാഹതാം. ദൃഷ്ടാദ് ദാർഷ്ടം അഭൂക്ഷത്രം ബ്രഹ്മഭൂയം ഗതം ക്ഷിതൗ നൃഗസ്യ വംശഃ സുമതിഃ ഭൂതജ്യോതിസ്തതോ വസുഃ വസോഃ പ്രതീകസ്തൽപുത്രഃ ഓഘവാൻ ഓഘവത്പിതാ കന്യാ ച ഓഘവതി നാമ സുദർശന ഉവാഹതാം. 17-ാം ശ്ലോകത്തിലെ ആദ്യത്തെ വരി കൊണ്ട് ദൃഷ്ടൻ എന്ന് പറഞ്ഞ മനുപുത്രന്റെ വംശത്തെ പറയുകയാണ്. ഒറ്റ വരിയിൽ കഥ കഴിച്ചു. ഒറ്റ വരിയുള്ളൂ, അർദ്ധശ്ലോകം. ദൃഷ്ടാത് ദാർഷ്ടം അഭൂത് ക്ഷത്രം. ദൃഷ്ടനിൽ നിന്ന് ദാർഷ്ടം ക്ഷത്രം അഭൂത്. ദാർഷ്ടം എന്ന് പറയുന്ന ക്ഷത്രിയ വംശം ഉണ്ടായി. ദൃഷ്ടനിൽ നിന്ന് ഭവിച്ചത് കൊണ്ടാണ് അതിന് ദാർഷ്ടം എന്ന് പറഞ്ഞത്. കരൂഷനിൽ നിന്നുണ്ടായത് കാരൂഷാഹ എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ദൃഷ്ടനിൽ നിന്നുണ്ടായത് ദാർഷ്ടന്മാര്. ആ ദാർഷ്ടന്മാരെന്ന ക്ഷത്രിയന്മാരുണ്ടായി. പക്ഷെ അവര് പിന്നീട് എന്തായി? പിന്നീട് അവര് ക്ഷിതൗ ബ്രഹ്മഭൂയം ഗതം. പിന്നീട് ക്രമത്തിൽ അവര് ഭൂമിയില്, ക്ഷിതൗ എന്ന് പറഞ്ഞാൽ ഭൂമിയില് ബ്രഹ്മഭൂയം എന്ന് പറഞ്ഞാല് ബ്രാഹ്മണ ഗുണം വർദ്ധിച്ചവരായിട്ട്, ബ്രഹ്മണ്യതയെ പ്രാപിച്ചവരായിട്ട്, ബ്രാഹ്മണ്യത്തെ പ്രാപിച്ചവരായിട്ട് ഗമിച്ചു എന്ന് പറഞ്ഞാലോ, ക്ഷത്രിയന്മാരായിട്ടാണ് ജനിച്ചതെങ്കിലും അവർ ഭാവിയിൽ പിന്നീട് അവരുടെ യോഗ്യത കൊണ്ട് സത്വഗുണം വർദ്ധിച്ച് ബ്രാഹ്മണരായി പരിണമിച്ചു. നോക്കൂ ചാതുർവർണ്ണ്യം എന്താണെന്ന്. ഇതുപോലെ ഇനി നവമസ്കന്ധത്തിൽ നമ്മൾ ഇഷ്ടം പോലെ കാണാനിരിക്കുന്നു. പണ്ടത്തെ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. ജനിച്ച അതേ വംശത്തിൽ തന്നെ എല്ലാവരും എല്ലായ്പ്പോഴും എന്താ പറയുക, ലേബലൊട്ടിച്ച് അങ്ങനെ തന്നെ ഇരിക്കണം എന്നല്ല നിയമം. നിങ്ങൾ ജനിച്ചത് ഇന്നാളുടെ മകനാണ്, അതുകൊണ്ട് നിങ്ങളുടെ ജാതി അതാണ്, നിങ്ങൾ എന്നും അതാണ്, മരിക്കുന്നത് വരെയും അതാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം, വെട്ടിത്തരം. നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ച ഒരു തെറ്റിദ്ധാരണയാണ്. ഓരോരുത്തരും ജനിക്കുമ്പോൾ ശൂദ്രന്മാരാണ്. അവരുടെ സംസ്കാരം കൊണ്ടും അറിവ് കൊണ്ടുമാണ് അവർ ശുദ്ധീകരിക്കപ്പെട്ട് അവരുടെ തമോ ഗുണത്തിൽ നിന്ന് രജോഗുണത്തിൽ നിന്ന് സത്വഗുണവും വർദ്ധിച്ച് ബ്രാഹ്മണരായി തീരാനുള്ളതാണ് മനുഷ്യ ജീവിതം. എല്ലാവർക്കും ബ്രാഹ്മണരാവണം എന്ന് പറഞ്ഞാൽ പൂണോലിട്ട് ശാപ്പാട് പഠിച്ച് എല്ലാവരുടെ പൂജയും ഏറ്റുവാങ്ങി നടക്കണം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ആ ഗുണം കൊണ്ട്, സത്വഗുണം കൊണ്ട് വർദ്ധിച്ച് ഈശ്വരനോടുള്ള അടുപ്പം കൂടിയവരായി പരിശുദ്ധരായി തീരുക എന്നാണ് അതിന്റെ ഉദ്ദേശ്യം. അല്ലാതെ
എവിടെ പോയാലും പൂജ കിട്ടാനും ദക്ഷിണ കിട്ടാനും സാപ്പാട് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടുള്ള വേഷം കെട്ടലല്ല ബ്രാഹ്മണ്യം എന്നുള്ളത്. അപ്പൊ എന്തായാലും ഒറ്റ വരി കൊണ്ട് ബ്രഹ്മഭൂയം ഗതംക്ഷിതം, അവര് ബ്രാഹ്മണരായി ഭവിച്ചു. ആര്? ധാർഷ്ഠന്മാരെന്ന ക്ഷത്രിയന്മാർ ബ്രാഹ്മണരായി ഭവിച്ചു എന്ന് ഭാഗവതം വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. ഇനിയും കാണിച്ചു തരാം. പിന്നീട് നൃഗൻ എന്ന് പറയുന്ന ഇക്ഷ്വാകു വൈവസ്വത മനുവിന്റെ പുത്രനെ കുറിച്ച് പറയുന്നു. നൃഗസ്യ വംശ സുമതി ഭൂതജ്യോതി തതോ വസുഹു. നൃഗസ്യ വംശ, നൃഗന്റെ വംശം പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പുത്രനായി സുമതി, നൃഗന്റെ പുത്രനാണ് സുമതി. തതഹ ഭൂതജ്യോതി, സുമതിയിൽ നിന്ന് ഭൂതജ്യോതിസ് എന്ന് പറയുന്ന പുത്രനും. തതഹ വസുഹു, അവനിൽ നിന്ന് വസുവും. അപ്പോ നൃഗൻ, മകൻ സുമതി, മകന്റെ മകൻ ഭൂതജ്യോതി, അവനിൽ നിന്ന് വസു. ഇനി അവന്റെ പരമ്പരയെ പറയണു. വസോഹോ പ്രതീക, വസുവിൽ നിന്ന് പ്രതീകൻ, വസുവിന്റെ പുത്രനായി പ്രതീകൻ. തൽപുത്ര ഓഘവാൻ, അവന്റെ പുത്രൻ ഓഘവാൻ. ഓഘവാന്റെ പുത്രനും ഓഘവാൻ എന്ന് തന്നെ പേര്. അതുകൊണ്ട് ഓഘവത് പിതാ എന്നും കൂടി പറഞ്ഞു. ഈ ഓഘവാന്റെ അച്ഛൻ എന്നും കൂടി പേര് കിട്ടി. എങ്ങനെ? മകനും ഓഘവാനായതുകൊണ്ട്. അച്ഛനും ഓഘവാൻ, മകനും ഓഘവാൻ. ഇനി അദ്ദേഹത്തിന് ആ ഓഘവാന് കന്യാച്ച ഓഘവതി നാമ, ഒരു മകളുണ്ടായി, കന്യയുണ്ടായി, ഓഘവതി എന്ന പേരില്. സുദർശന ഉവാഹ താം, അവളെ, ആ ഓഘവതിയെ സുദർശനൻ എന്ന് പറഞ്ഞ ഒരു രാജാവ് വിവാഹം കഴിച്ചു. അപ്പൊ ഇത്രയും കൊണ്ട് നൃഗന്റെ വംശം പറഞ്ഞു. ഇനി ഈ നൃഗനെ കുറിച്ച് നമ്മൾ കേൾക്കും. എവിടെ? ദശമസ്കന്ധത്തില് നൃഗചരിതം. ഈ നൃഗൻ തന്നെ ആയിരിക്കണം. നോക്കാം. ഓന്തായി മാറുന്ന നൃഗന്റെ ചരിതം. എന്തായാലും ആ നൃഗന്റെ വംശം, നൃഗൻ, സുമതി, ഭൂതജ്യോതി, വസു, പ്രതീകൻ, ഓഘവാൻ കൂടെ ഓഘവതിയും. ആ ഓഘവതിയെ സുദർശനൻ വിവാഹം കഴിച്ചു. ഇനി നരിഷ്യന്തൻ എന്ന് പറയുന്ന മനുപുത്രന്റെ കഥ പറയുകയാണ്. അതൊരു 4 ശ്ലോകങ്ങളിലാണ്. അത് നമുക്ക് നാളെ കാണാം. ഇന്നിപ്പോ ഏകദേശം പകുതിയായല്ലോ അധ്യായത്തിന്റെ. നാളേക്ക് പകുതി ഇരിക്കട്ടെ, നാളെ രാവിലേക്ക്. അപ്പൊ നാളെ രാവിലത്തോടു കൂടിയിട്ട് ഈ അധ്യായം 36 ശ്ലോകമുള്ള അധ്യായം പൂർത്തിയാക്കാം. വൈകുന്നേരം പറ്റിയാൽ ക്ലാസ് എടുക്കാം. നോക്കട്ടെ, വൈകുന്നേരം ഞാൻ അനൗൺസ് ചെയ്യാം. എന്തായാലും നാളെ രാവിലെയുണ്ട് ക്ലാസ്. ഹരിയോം. തുടരാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വൈവസ്വത മനുവിന്റെ 5 പുത്രന്മാരുടെ കഥയാണ് പറഞ്ഞത്. ഇനി 5 പുത്രന്മാരുടെ കഥ ഉണ്ട്. അത് ഇത്തിരി വലുതായതുകൊണ്ടാണ് അത് പിന്നീട്. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാളെ രാവിലെ 11 മണിക്ക് കാണാം. നാരായണ. ഹരി ഓം.